ഹലോ. ദക്ഷിണ ലേണിംഗ്സിന്റെ അടുത്ത എക്കണോമിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇൻഫ്ലേഷൻ നമ്മൾ പല സ്ഥലത്തും അല്ലെങ്കിൽ പല ടോപ്പിക്കുകൾ പഠിച്ച സ്ഥലത്തും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഇൻഫ്ലേഷൻ 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 എന്നല്ലേ. ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച നമ്മുടെ ഈ മൊണേറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി, അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത് കേട്ട ഒരു വേർഡാണ് ഈ പറയുന്ന ഇൻഫ്ലേഷൻ. നിങ്ങൾ ഇനി എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ എക്കണോമി, നമ്മുടെ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എക്കണോമി പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടു പോകുന്ന ഒരു സംഗതിയാണ് ഇൻഫ്ലേഷൻ. ഇന്ന് ഇൻഫ്ലേഷനെ കുറിച്ച് തന്നെ ആകട്ടെ നമ്മുടെ ക്ലാസ്. എന്താണ് ഇൻഫ്ലേഷൻ? നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാലേ വിലക്കയറ്റം, അത്രയേ ഉള്ളൂ സംഗതി. പിന്നെ നമുക്കിതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിക്കാനുണ്ട് എന്നുള്ളതേ ഉള്ളൂ. സംഗതി വേറൊന്നുമില്ല, നമ്മുടെ വിലക്കയറ്റം തന്നെയാണ്. നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ടോപ്പിക്കിൽ നിന്ന് ഞാൻ പൊതുവെ പറയുന്ന പോലെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ്, അതിന്റെ ആ ഒരു ടൈപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിപ്പോ. 2021 വന്ന ഒരു ചോദ്യം നോക്കാം. Which among the following step is most likely to be taken at the time of an economic recession? റിസഷൻ ഉണ്ടാകുന്ന സമയത്ത്, അഥവാ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്ന സമയത്ത് താഴെ പറയുന്നവയിൽ ഏത് മാർഗം അല്ലെങ്കിൽ എന്ത് പോംവഴി നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന്, വിത്ത് റെഫറൻസ് ടു ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അപ്പോൾ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് താഴേക്ക് കാണുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുക. ദെൻ ടാക്ലിംഗ് ഇൻഫ്ലേഷന് നിന്നുള്ള, അതായത് ഇൻഫ്ലേഷൻ നമ്മൾ നേരിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി ബൈ കൺട്രോളിങ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാനുള്ള ആ ഒരു ഡ്യൂട്ടി ഉള്ളത് ആർക്ക് എന്നാണ് ചോദ്യം. പിന്നെ എന്താണ്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കോണമി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ക്യാൻ ബി കോസ്ഡ് ഓർ ഇൻക്രീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ കാണുന്നവയിൽ ഏതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ കൂട്ടുന്നത്? ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇൻഫ്ലേഷൻ എന്താണ്? ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷന് നമുക്ക് പല തരത്തിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് പറയാം. പക്ഷേ ഏറ്റവും ബേസിക്കായി, ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ ഇതാണ്: ദ ജനറൽ പ്രൈസ് റൈസ്, അല്ലെങ്കിൽ പൊതുവെയുള്ള ഒരു വിലക്കയറ്റം. ഇതാണ് ഇൻഫ്ലേഷൻ. ഇത് മാത്രമല്ല കേട്ടോ, പല തരമുണ്ട്. പക്ഷെ നമുക്ക് പൊതുവെ പറയാവുന്ന, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയാവുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ ജനറൽ പ്രൈസ് റൈസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: ദ ജനറൽ റൈസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എക്കണോമി. ദ ജനറൽ റൈസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എക്കണോമി. ഒരു എക്കണോമിയിലെ പ്രൈസ്, വില, എന്തിൻ്റെയൊക്കെ? ഗുഡ്സിന്റെയും സർവീസിന്റെയും. ഇത് ഇങ്ങനെ ജസ്റ്റ് ഉയർന്നു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇൻഫ്ലേഷൻ നമുക്ക് പല രീതിയിൽ അല്ലെങ്കിൽ പല വീക്ഷണകോണുകളിലൂടെ നോക്കി കാണാവുന്ന ഒരു സാധനമാണ്. ചില വീക്ഷണകോണുകളിലൂടെ നോക്കിയിട്ട് നമുക്ക് പറയാം ഇൻഫ്ലേഷൻ ഈസ് എ ഗുഡ് തിങ്, വളരെ നല്ലതാണ്, എല്ലാ രാജ്യത്തിനും ഇൻഫ്ലേഷൻ വേണമെന്ന് നമുക്ക് പറയാം. എന്നാൽ മറ്റൊരു കോണിലൂടെ നോക്കുമ്പോൾ അല്ല, ഇൻഫ്ലേഷൻ വളരെ മോശമായ ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാധനമാണ് മക്കളെ ഇൻഫ്ലേഷൻ. നമുക്ക് ആരാണ് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. പൊതുവെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാണ്. ഇത് ഒരു ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള, അഥവാ നമ്മുടെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിനു പുറമെ നമ്മുടെ RBIയും എന്ത് ചെയ്യാറുണ്ട്? ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ മൊണേറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും. മൊണേറ്ററി പോളിസി RBI ഈ പറയുന്ന ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കാര്യങ്ങളും തീരുമാനങ്ങളും അല്ലേ. അതുപോലെ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? ഫിസിക്കൽ പോളിസീസ് എടുക്കാറുണ്ട്. ഇവർ രണ്ടുപേരും ഇൻഫ്ലേഷനെ കുറിച്ച് പഠിക്കാറുണ്ട് എന്നുള്ളതാണ്. ബാങ്കുകൾക്ക് വേണ്ടി RBI, ദെൻ ഗവൺമെന്റിന് വേണ്ടി എന്താണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഇവരാണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ഇൻഫ്ലേഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് CPI, മറ്റൊന്ന് WPI. മക്കളെ CPI എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്.
WPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇതിനകത്ത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷന്റെ ഒരു 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 രൂപം നൽകുക. പക്ഷെ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും എടുക്കാറുണ്ട്. എന്താണ് ഈ CPI അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? എന്താണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്? വേറൊന്നുമില്ലടാ, ഒരു പർട്ടിക്കുലർ ഇയർ, ഇപ്പൊ നമുക്ക് പറയാം കഴിഞ്ഞ വർഷം 2024 ഒരു സാധനത്തിന് ഹോൾസെയിൽ പ്രൈസ് എത്ര രൂപയായിരുന്നു? 2025 വന്നപ്പോൾ അതിന് എന്ത് മാറ്റമുണ്ടായി? അത് കൂടിയോ കുറഞ്ഞോ? ആ പ്രൈസ് കൂടിയെങ്കിൽ നമ്മൾ പറയും ഹയർ ഇൻഫ്ലേഷൻ ആണ്, ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് പറയും. ഇനി പ്രൈസ് കുറഞ്ഞുവെങ്കിൽ നമ്മൾ പറയും അവിടെ ഡിഫ്ലേഷൻ ആണ് എന്ന് നമ്മൾ പറയും, ഇൻഫ്ലേഷന്റെ ഓപ്പോസിറ്റ്. ഇനി പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ പറയും ഇല്ല, അത് സ്റ്റേബിൾ ആണ് എന്ന് നമ്മൾ പറയും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ മാർക്കറ്റിൽ കർഷകരിൽ നിന്ന് ഹോൾസെയിൽ മാർക്കറ്റുകാർ നേരിട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർ വൻകിട കച്ചവടക്കാരിൽ നിന്ന് ഹോൾസെയിലായിട്ട് എടുക്കുന്നു. ഈ ഹോൾസെയിൽ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യതിയാനം കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര ശതമാനം പ്രൈസ് കൂടി, ഇതിനാണ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുക, അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുക. കൂടിയത് മാത്രമല്ല കുറഞ്ഞതും ഇതിനകത്ത് നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര രൂപ കുറഞ്ഞു. ഓക്കെ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ റീറ്റെയിൽ ലെവലിൽ നമ്മൾ ഇൻഫ്ലേഷനെ കുറിച്ച് പഠിക്കുന്നു. അതായത് സവാള നമുക്ക് കടയിൽ കഴിഞ്ഞ മാസം എന്തായിരുന്നു വില? നമുക്കറിയാം കഴിഞ്ഞ മാസം നമുക്ക് സവാളയൊക്കെ ഏകദേശം 69-70 രൂപ വരെയൊക്കെ പോയ സാഹചര്യമുണ്ട് അല്ലേ? പിന്നീട് ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ വീണ്ടും സവാളയുടെ വില കുറഞ്ഞു. ഇനി ഭാവിയിൽ വീണ്ടും ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. സോ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൈസ് കൂടിയോ? കൂടിയെങ്കിൽ ഇൻഫ്ലേഷൻ ആണ്, കുറഞ്ഞെങ്കിൽ ഡിഫ്ലേഷൻ ആണ്, മാറ്റമില്ല എങ്കിൽ സ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് പറയാം. സോ ഇന്ത്യയിൽ 2 തരത്തിൽ നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഒന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, 2 ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. സാധാരണ ജനങ്ങളുടെ റീറ്റെയിലായി സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുക. ദെൻ ഹോൾസെയിൽ മാർക്കറ്റിലെ ആ ഇൻഫ്ലേഷൻ പഠിക്കുന്നതാണ് എന്ത്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയാം. ഓക്കെ. അതുപോലെ തന്നെ മക്കളെ, ഇൻഫ്ലേഷനിൽ വേറെയും 2 വകതിരിവുകളുണ്ട്. ഒന്ന് കോർ ഇൻഫ്ലേഷൻ, മറ്റൊന്ന് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്താണെന്ന് നോക്കാം. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും വിലയുടെ ഒരു ആവറേജ് എടുത്തിട്ട് ഈ ആവറേജ് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഇപ്പോൾ എന്ത് ചെയ്യൂ, കൂടിയോ കുറഞ്ഞോ എന്ന് പഠിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഏകദേശം എല്ലാ സാധനങ്ങളുടെ വിലയും ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ കോർ ഇൻഫ്ലേഷനകത്ത് നമ്മൾ വളരെ വില ഭയങ്കരമായി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ചില സാധനങ്ങൾ ഒഴിവാക്കും. വിച്ച് മീൻസ് ഇന്ധനം, നമ്മുടെ പെട്രോള്, ഡീസൽ, ഇവരുടെ വിലയെ നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേഷനിൽ നിന്ന് ഒഴിവാക്കും. മറ്റൊന്ന് ഫുഡ് മെറ്റീരിയൽസ്, ആഹാര സാധനങ്ങൾ. ഈ ആഹാര സാധനങ്ങളുടെ വിലയും അതുപോലെ തന്നെ ഈ ഇന്ധനത്തിന്റെ വിലയും ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ ഈ സാധനം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷനെ നമുക്ക് കാണിച്ചു തരത്തില്ല. രാജ്യം പുരോഗമിച്ചാൽ മാത്രമേ പെട്രോളിന് വില കൂടൂ എന്നൊന്നും ഇല്ല. പെട്രോളിന് വില പല കാരണങ്ങളും കൊണ്ട് കൂടാം. രാജ്യം താഴോട്ട് പോകുന്ന സമയത്തും പെട്രോളിന്റെ വില കൂടാം അല്ലേ? സോ ഇന്ധനത്തിന്റെ വില നമുക്കൊരു ഒരു ഒരു ഇൻഫ്ലേഷന്റെ ഒരു കൃത്യമായ ഒരു മാനദണ്ഡമായി എടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഫുഡിന്റെ വിലയായാലും. സോ ഫുഡിന്റെയും ഫ്യൂലിന്റെയും വില കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുകയാണ് എങ്കിൽ അതിനെ നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയും. നേരെ മറിച്ച് ഫുഡിനെയും ഫ്യൂലിനെയും മാറ്റിയ ശേഷം ബാക്കി അവശ്യ വസ്തുക്കളിൽ കുറെ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് അതിൽ പ്രൈസ് റൈസ് ആണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയും. പ്രൈസ് റൈസ് മാത്രമല്ല, റൈസോ അല്ലെങ്കിൽ പ്രൈസ് ഡിപ്രിസിയേഷനോ എന്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും, കോർ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കോർ ഡിഫ്ലേഷൻ എന്ന് നമ്മൾ പറയും. സോ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഫുഡ് ആൻഡ് ഫ്യൂവൽ ഈസ് ഇൻക്ലൂഡഡ്. കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂഡഡ്. ഓക്കെ, സിമ്പിൾ. സോ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനിലേക്ക് മറ്റുമൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് വിശദമായിട്ട് എന്താണ് ഇൻഫ്ലേഷൻ, എങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ അടിസ്ഥാനപരമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു രാജ്യം വളരുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ആ രാജ്യത്തെ ഇൻഫ്ലേഷനാണ്.
മാർക്കറ്റ് ഫോഴ്സുകൾ കൺട്രോൾ ചെയ്യുന്ന മാർക്കറ്റ് എക്കണോമി നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ വളർച്ചയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു 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 മീഡിയം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഇൻഫ്ലേഷൻ തന്നെയാണ് നമുക്ക് പറയാം. രണ്ടു തരം ഇക്കണോമി ഉണ്ട് നമുക്കറിയാം. കമാൻഡ് എക്കണോമി അല്ലെ, കമാൻഡ് എക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി. കാര്യങ്ങളൊക്കെ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് മുതലായ കാര്യങ്ങളുടെ ഉത്തരം ആര് പറയും? ഗവൺമെന്റ് അവിടെ ഇരുന്ന് ഓർഡറും കമാൻഡ് ചെയ്യും. ഇതിനനുസരിച്ച് മാർക്കറ്റ് പ്രവർത്തിക്കും. എത്ര രൂപയ്ക്ക് സാധനം വിൽക്കണം, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, ഇതൊക്കെ മുകളിലിരുന്ന് ഗവൺമെന്റ് ഓർഡർ ചെയ്യുന്നതാണ് ഈ കമാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ഇന്ന് എല്ലാ രാജ്യങ്ങളും ഈ കമാൻഡ് എക്കണോമിയിൽ നിന്ന് മാറി ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് എക്കണോമിയിൽ മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ. സോ മാർക്കറ്റ് എക്കണോമി പിന്തുടരുന്ന ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് കാണാൻ ഏറ്റവും നല്ല ഒരു മാർഗം ആ രാജ്യത്തെ ഇൻഫ്ലേഷൻ തന്നെയാണ്. അതായത് ഒരു രാജ്യം എക്കണോമിക്കലി മുന്നേറുന്നതിനനുസരിച്ച് ആ രാജ്യത്തെ ഇൻഫ്ലേഷനും കൂടും. നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. നമുക്കറിയാം ഫിസ്ക്കൽ പോളിസീസ് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? ഈ ഇൻഫ്ലേഷന്റെ റേറ്റ് ഒരു പരിധിക്ക് മേലെ ഉയരാതെ കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഒരിക്കലും ഗവൺമെന്റ് ഇൻഫ്ലേഷൻ സീറോ ആക്കാൻ ശ്രമിക്കാറില്ല. നേരെ മറിച്ച് ബാങ്കുകളും അതുപോലെ തന്നെയാണ്. അവർ മൊണേറ്ററി പോളിസീസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫ്ലേഷന്റെ റേറ്റ് ഒരു പർട്ടിക്കുലർ പരിധിക്കുള്ളിൽ നിർത്താൻ ശ്രമിക്കാറുണ്ട്. അവരും ഒരിക്കലും ഇൻഫ്ലേഷന്റെ റേറ്റ് തീരെ ഇല്ലാതെ ഇൻഫ്ലേഷൻ സീറോ ആക്കാൻ ശ്രമിക്കാറില്ല. ഇൻ കേസ് RBI അവരുടെ മൊണേറ്ററി പോളിസികളിലൂടെ ഇൻഫ്ലേഷന്റെ റേറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അഥവാ കോൺട്രാക്ഷണറി മൊണേറ്ററി പോളിസി സ്വീകരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെന്റ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി എന്ത് ചെയ്യും? അവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ദേ വിൽ ട്രൈ. അപ്പോൾ ബാങ്ക് ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് വിൽ ട്രൈ ടു ഇൻക്രീസ് ദ ഇൻഫ്ലേഷൻ. ബിക്കോസ് ഇൻഫ്ലേഷൻ സീറോ ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഗ്രോത്ത് സീറോ ആയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റം നമുക്ക് പൊതുവെ സാധാരണക്കാരന് അല്ലെങ്കിൽ സമൂഹത്തിലെ പാവപ്പെട്ടവന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എങ്കിലും ഒരു രാജ്യവും പൊതുവെ ഇൻഫ്ലേഷനെ 0% എത്തിക്കാൻ ശ്രമിക്കാറില്ല. ഇന്ത്യക്കും ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഉണ്ട്. നമുക്ക് 4 ആണ് നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ്. നമുക്ക് ഇതിലൊരു 2% കൂടുകയോ 2% കുറയുകയോ ചെയ്യാം. അതായത് 4 ± 2 ആണ് ഇന്ത്യയുടെ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ്. ഇൻഫ്ലേഷൻ 0 ആക്കണം എന്ന് ഇന്ത്യക്ക് യാതൊരുവിധ ആഗ്രഹവുമില്ല. അങ്ങനെ ആക്കാനും പാടില്ല. അത് രാജ്യത്തിന്റെ ദോഷത്തിലേക്ക് എത്തിക്കും. ഒരു 4% ഇൻഫ്ലേഷൻ ഓരോ വർഷവും ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ഗുഡ്, നല്ലതാണ്. ഈ 4 എന്ന് പറയുന്നത് 6 വരെ ആകാം. ഇനി അത് കുറഞ്ഞ് 2 വരെയും ആകാം. സോ 4 ± 2% ആണ് ഇന്ത്യയിലെ നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയാം. ആയിക്കോട്ടെ. സോ എന്താ സംഭവിക്കുക? ഇപ്പോൾ നമുക്കൊരു ഐലൻഡ് രാജ്യത്തെ സങ്കല്പിക്കാം. ഈ ഐലൻഡ് രാജ്യത്തിൽ നല്ല ചൂടാണ്, ആൾക്കാരുടെ കയ്യിലൊന്നും ക്യാഷ് ഒന്നും ഇല്ല, നല്ല ചൂടാണ്. അപ്പൊ വീട്ടിലൊരു AC വെക്കണമെന്ന് എല്ലാ ആൾക്കാർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ആൾക്കാരുടെ കയ്യിൽ ക്യാഷ്, അത്രയും ACക്ക് വാങ്ങാനുള്ള ക്യാഷ് അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് എങ്കിൽ ആ രാജ്യത്ത് ഒരു AC കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ AC കമ്പനി എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? ഒരു ACയോ 2 ACയോ ഒക്കെ ആയിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ? കാരണം എന്തുവാ? ഇതിന് അത്രയ്ക്കുള്ള ഡിമാൻഡേ ഉള്ളൂ. ആ ഐലൻഡ് എക്കണോമിയിലെ വളരെ ക്യാഷ് ഉള്ള കുറച്ച് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? AC വാങ്ങുന്നുള്ളൂ. ബാക്കി ആൾക്കാരും ACക്ക് ഡിമാൻഡ് ചെയ്യുന്നില്ല. സോ ആ മാർക്കറ്റ് അങ്ങനെ നിലനിന്ന് പോവുകയാണ്. ഇനി ആ രാജ്യം സാമ്പത്തികമായി അല്പം മുന്നേറി, കുറെ ആൾക്കാർക്ക് തൊഴിലുണ്ടായി, കുറെ ആൾക്കാർ ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി, കുറെ ആൾക്കാരുടെ കയ്യിലേക്ക് ഒത്തിരി ക്യാഷ് വന്നു. ക്യാഷ് വന്നു കഴിയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഓൾറെഡി ചൂടാണ്. അപ്പൊ ആൾക്കാർക്ക് എല്ലാവർക്കും AC വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം ആളുകളുടെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. ഇപ്പോൾ എന്താണ്? ആൾക്കാരുടെ കയ്യിൽ ഒത്തിരി ക്യാഷ് വന്നു. സോ ആൾക്കാരൊക്കെ ഇവരുടെ കയ്യിലെ ക്യാഷും കൊണ്ട് ഈ AC ഉണ്ടാക്കുന്ന കമ്പനിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? ദേ വിൽ ഡിമാൻഡ് മോർ AC. കൂടുതൽ AC അവർ ഡിമാൻഡ് ചെയ്യും. പക്ഷെ ഇത്രയും ആൾക്കാർക്ക് ഒറ്റയടിക്ക് കൊടുക്കാൻ അവരുടെ കയ്യിൽ സപ്ലൈ ഉണ്ടോ? സപ്ലൈ ഇല്ല. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വെൻ ഡിമാൻഡ് ഈസ് മോർ,
ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ അതിനനുസരിച്ചില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ടു ഗീവ് ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. കമ്പനി വിചാരിച്ചാൽ നാളെയോ മറ്റന്നാളോ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതല്ല, ഇപ്പോൾ എന്തുണ്ട് എന്നുള്ളതാണ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുക. അതുപോലെ തന്നെയാണ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് വേണം എന്നുള്ളതല്ല, നമുക്ക് ആഗ്രഹവും ഉണ്ടായിരിക്കണം, പേ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ക്യാഷും റെഡി ആയിരിക്കണം. അതാണ് നമ്മുടെ ഡിമാൻഡ്. അപ്പൊ ആൾക്കാർ ഒരു സാധനം ഡിമാൻഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ആ സാധനം വാങ്ങാൻ ആഗ്രഹമുള്ളത് കൊണ്ട് അതിന്റെ ഡിമാൻഡ് കൂടുതലെന്ന് പറയാൻ കഴിയില്ല. People have ambition to buy that thing and they have the money to buy that thing. പൈസയുണ്ട്, ആൾക്കാർക്ക് വാങ്ങാനുള്ള മനസ്സുണ്ട്, അപ്പോഴാണ് ഡിമാൻഡ് എന്ന് പറയുക. ഓക്കെ, സോ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ ഇല്ല എന്ന് പറയുമ്പോൾ ആ എ സിയുടെ പ്രൈസ് എന്ത് ചെയ്യും? ഉയരും. ദെൻ നമ്മുടെ ആ ഒരു മാർക്കറ്റ് എക്കണോമിയുടെ കർവിൽ നമ്മൾ പഠിച്ചു, സപ്ലൈ കർവ്. whenever price is increasing, the supplier will produce more goods. എ സിയുടെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എ സി കമ്പനിക്കാരൻ കൂടുതൽ എ സി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇതിന് ഡിമാൻഡ് ഉണ്ട്, പ്രൈസ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. സോ ഇയാള് ഒരു എ സി 2 എ സി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ കമ്പനി ഒരു ദിവസം 10 എ സി 15 എ സി 20 എ സി ആയിട്ട് കൂടുതൽ എ സി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇത്തരത്തിൽ കൂടുതലായി എ സി പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം ഈ ഒരു മനുഷ്യൻ മാത്രം, ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മാത്രമാണ് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോയിരുന്നതെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല സാഹചര്യം. അദ്ദേഹത്തിന് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ബിസിനസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരെ ജോലിക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ റോ മെറ്റീരിയൽസ് വാങ്ങേണ്ടതായിട്ടുണ്ട്. കൂടുതലായിട്ട് അദ്ദേഹത്തിന് എക്കണോമിയിൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഇദ്ദേഹം ചെയ്യുന്ന സമയത്ത് ആ എക്കണോമി മുഴുവനും ഇതിനാൽ ഇമ്പാക്ട് ചെയ്യപ്പെടുകയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കണമെങ്കിൽ അതിന് ഇദ്ദേഹത്തിന് ക്യാഷ് വേണം. ഇദ്ദേഹം ഈ ക്യാഷ് ചെലവാക്കുന്നു, ഈ ക്യാഷ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു, കൂടുതൽ ആൾക്കാരുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനായി വർക്ക് ചെയ്യാൻ വരുന്ന ജോലിക്കാരുടെ കയ്യിൽ ക്യാഷ് വരുന്നു. ഇദ്ദേഹം കൂടുതൽ ജോലിക്കാരെ തന്റെ ബിസിനസ്സിലേക്ക് വെക്കുന്നു, ഈ ആൾക്കാർക്ക് ശമ്പളം കിട്ടുന്നു. സോ പല രീതിയിലും ഇദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ലാഭം കിട്ടുന്നു. കൂടുതൽ സാധനം വെക്കുന്നു, ഉയർന്ന പൈസയ്ക്ക് വെക്കുന്നു, കൂടുതൽ ലാഭം കിട്ടുന്നു. അദ്ദേഹം ഈ ലാഭമൊക്കെ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനായി ചിലവാക്കുന്നു. എനിവേ എക്കണോമിയിലേക്ക്, നമ്മുടെ ആ ഒരു മാർക്കറ്റിലേക്ക് കൂടുതൽ മണി ഫ്ലോ ചെയ്യുന്നു. സർക്കുലേഷൻ ഓഫ് മണി ഈസ് ഇൻക്രീസിങ്, മണി സപ്ലൈ ഈസ് ഇൻക്രീസിങ്. ഇത്തരത്തിൽ മണി സപ്ലൈ ഇൻക്രീസ് ആകുന്ന സമയത്ത് ആളുകളുടെ കയ്യിൽ ക്യാഷ് കൂടുന്നു. സോ വീണ്ടും 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 ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഐലൻഡ് എക്കണോമി നമ്മൾ നമ്മുടെ സാധാരണ ഇന്ത്യൻ എക്കണോമിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ഒരു എ സി ബിസിനസ്സിന് പകരം നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം ബിസിനസ്സുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ബിസിനസ്സുകളെല്ലാം ഇത്തരത്തിൽ പ്രവർത്തിക്കും. സോ രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു വരും, ആൾക്കാർക്ക് കൂടുതൽ തൊഴിൽ കിട്ടും, കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കും. ഇതിന്റെ ഫലമായി ആൾക്കാരുടെ കയ്യിലേക്ക് ഒത്തിരി ക്യാഷ് വരും. ഇങ്ങനെ ഒരുപാട് ക്യാഷ് വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയല്ലേ ഇത് കാണിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. ഇറ്റ് ഷോസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ എക്കണോമി, ഇറ്റ് ഷോസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. സോ കൺട്രി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ കയ്യിൽ ക്യാഷ് വരും, തൊഴിലില്ലായ്മ കുറയും, ഇൻഫ്ലേഷൻ കൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. സോ ഒരു രാജ്യത്തിൽ പൊതുവെ ഈ ഇൻഫ്ലേഷനും ഗ്രോത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻഫ്ലേഷനും ഗ്രോത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ എപ്പോഴാണ് ഇൻഫ്ലേഷൻ പ്രശ്നക്കാരനാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻസ് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. സോ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷനിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ലോ ഇൻഫ്ലേഷൻ ആണ്. ലോ ഇൻഫ്ലേഷൻ, ലോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലടാ, ഒരു വർഷത്തിൽ സിംഗിൾ ഡിജിറ്റിലാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൈസ് കൂടുന്നത് എങ്കിൽ, ഇഫ് ദ പ്രൈസ് റൈസ് ഇൻ ആൻ ഇയർ ഈസ് സിംഗിൾ ഡിജിറ്റ്, then it is called low inflation. അതായത് ഒരു വർഷം കൊണ്ട് 2% ഇൻഫ്ലേഷൻ, 3% ഇൻഫ്ലേഷൻ, 6% ഇൻഫ്ലേഷൻ, 8% ഇൻഫ്ലേഷൻ, 9% ഇൻഫ്ലേഷൻ, ഇത്തരത്തിൽ സിംഗിൾ ഡിജിറ്റിലാണ് ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നത് എങ്കിൽ വിച്ച് ഈസ് കാൾഡ് ലോ ഇൻഫ്ലേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹൈ ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ നമുക്കതിനെ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ. ഗാലോപ്പിംഗ് ഇൻഫ്ലേഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 100%, 200% ഒക്കെ ആയിരിക്കും ഒരു വർഷത്തെ വിലക്കയറ്റ്.
അതായത് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 2 ഡിജിറ്റ് ഓർ 3 ഡിജിറ്റ്. 2 ഡിജിറ്റ് ഓർ 3 ഡിജിറ്റ്. 10 മുതൽ 999% വരെ നമുക്ക് ഇതിനകത്ത് പറയാം അല്ലേ. 999 10% വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. 12% ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. 15% ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. ഗലോപ്പിംഗ് മീൻസ് വെരി ഹൈ ഇൻഫ്ലേഷൻ, അത്രയേ ഉള്ളൂ. 99% വന്നു കഴിഞ്ഞാൽ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. 250% എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. ഇഫ് ദ ഇൻഫ്ലേഷൻ ഇൻ ആൻ ഇയർ ഈസ് 2 ഡിജിറ്റ് ഓർ 3 ഡിജിറ്റ്, then it is called high inflation or galloping inflation. ഓക്കെ, ഈ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഹൈ ഇൻഫ്ലേഷൻ എപ്പോഴൊക്കെയാണ് വരിക? പ്രധാനമായിട്ടും ഇത് സംഭവിക്കുന്നത് ഒരു രാജ്യത്തെ ഗവൺമെന്റ് നല്ലതല്ലാതെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻസ് സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഫൗണ്ട് ഇൻ കൺട്രീസ്, പിന്നെടുക്കട്ടെ ഞാൻ. ഓക്കെ, സോ ഇറ്റ് ഫൗണ്ട് ഇൻ വന്നില്ല, ശരി. ഇറ്റ് ഫൗണ്ട് ഇൻ കൺട്രീസ് സഫറിങ് ഫ്രം വീക്ക് ഗവൺമെന്റ്സ്. ഒരു കൺട്രിയിലെ ഗവൺമെന്റ് വീക്കാണ്. ഗവൺമെന്റ് വീക്കായി കഴിഞ്ഞാൽ അവിടുത്തെ നിയമം കാര്യങ്ങളൊക്കെ വീക്കാവും. അപ്പൊ ആൾക്കാർ അവർക്ക് തോന്നുന്ന പോലെ സാധനങ്ങളുടെയും സാമഗ്രികളുടെയും പ്രൈസ് കൂട്ടും അല്ലെ. ജനറലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു രാജ്യം വികസിക്കുന്ന സമയത്താണ് ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ മാത്രമല്ല, രാജ്യം വികസിച്ചാൽ മാത്രമല്ല ഇൻഫ്ലേഷൻ ഉണ്ടാവുക. ആൾക്കാർ പർപ്പസ്ഫുള്ളി സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില കൂട്ടിയാൽ അവിടെ എന്തുണ്ടാവും? ഇൻഫ്ലേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ. കള്ളനോട്ടടി കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇൻഫ്ലേഷൻ ഉണ്ടാവും. കറപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇൻഫ്ലേഷൻ ഉണ്ടാവും. കറപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടാവുക? നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനിത് പറഞ്ഞു തരാം. സോ വീക്ക് ഗവൺമെന്റ് ഉള്ള സ്ഥലത്ത്, അതുപോലെ വാർ നടക്കുന്ന സ്ഥലത്ത്, റെവല്യൂഷൻ നടക്കുന്ന സ്ഥലത്ത്, ഈ സാഹചര്യങ്ങളിലൊക്കെ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് വാർ, റെവല്യൂഷൻ, ഈ സാധനങ്ങളൊക്കെ ഇൻഫ്ലേഷന് കാരണമാകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത് തുടർന്ന് പറയാം. പക്ഷെ വാർ ഉണ്ടാകുമ്പോൾ, റെവല്യൂഷൻ ഉണ്ടാകുമ്പോൾ, ഗവൺമെന്റിൽ അഴിമതികൾ കൂടുമ്പോൾ ഒക്കെ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ടാകാറുണ്ട് എന്ന് മനസ്സിലാക്കുക. നൗ, അതുപോലെ തന്നെ ഈ പൂഴ്ത്തി വെപ്പ്, പീപ്പിൾ വിൽ ഹോർഡ് ഗുഡ്സ്, അതുപോലെ തന്നെ എന്താണ് ഈ പൂഴ്ത്തി വെപ്പ് ഉണ്ടാകുന്ന സമയത്തും ഇത് ഉണ്ടാകാറുണ്ട്. ഇത് ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാരെ പൂഴ്ത്തി വെപ്പ് കൂട്ടാറുണ്ട്. കാരണം ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഇപ്പൊ സവാള ഇരിപ്പുണ്ട്. സവാള റെഡി ടു സെൽ എൻ്റെ കയ്യിലുണ്ട് സാധനം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ സവാളയുടെ പ്രൈസ് ഡെയിലി കൂടി വരുന്നു. സോ ഞാൻ കരുതും, ഇപ്പോൾ ഈ സവാള വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണിയേ കിട്ടത്തുള്ളൂ. പക്ഷെ ഞാൻ ഇത് വിൽക്കാതെ ഏതെങ്കിലും കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് മോർ പ്രോഫിറ്റ് ഫ്രം ഇറ്റ് അല്ലേ. കാരണം ഞാനൊരു ചെറിയ തുകയ്ക്ക് വാങ്ങി ഒരു ചെറിയ ലാഭത്തിന് വിൽക്കാൻ വെച്ചിരുന്നതായിരുന്നു. സോ എന്റെ മുടക്കം മുതൽ അവിടെ തന്നെ നിൽക്കുക. പക്ഷേ സാധനത്തിന്റെ വിൽക്കുന്ന പ്രൈസ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. അതും ഭയങ്കരമായി കൂടുകയാണ്. ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ സാധനങ്ങളും സാമഗ്രികളും വിൽക്കാൻ തയ്യാറായില്ല. ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇതിനെ സൂക്ഷിച്ചു വെക്കും. അരിയാകട്ടെ, പലവ്യഞ്ജനങ്ങളാകട്ടെ, ഇത്തരത്തിലെ നമ്മുടെ അവശ്യ സാധനങ്ങൾ പോലും ആൾക്കാർക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. രാജ്യം പട്ടിണിയിലേക്ക് പോകും, വളരെയധികം ദുരിതങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ഗലോപ്പിംഗ് ഇൻഫ്ലേഷന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അതുപോലെ തന്നെ ആൾക്കാരും ബാങ്കിൽ കൊണ്ടുവന്ന് ക്യാഷ് ഇടത്തില്ല. കാര്യം ബാങ്കിൽ എന്തിനാ നമ്മൾ ക്യാഷ് ഇടുന്നേ? സാധാരണഗതിയിൽ എന്തിനാ ഒരാൾ ബാങ്കിൽ ക്യാഷ് ഇടുന്നേ? നമുക്ക് വീട്ടിൽ അലമാരയ്ക്കകത്ത് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ? അല്ല. ബാങ്കിൽ കൊണ്ട് ക്യാഷ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ബാങ്ക് വിൽ ഗീവ് സം ഇൻട്രസ്റ്റ് ഫോർ അസ്. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തരും. ഫോർ എക്സാമ്പിൾ, 6% ഇൻട്രസ്റ്റ് എനിക്ക് 100 രൂപയിൽ തരാൻ ഒരു ബാങ്ക് തയ്യാറാണെങ്കിൽ ഈ 100 രൂപ എൻ്റെ കയ്യിലിരുന്നാൽ എത്ര ദിവസമായാലും 100 രൂപയായി തന്നെ ഇരിക്കും. അതേസമയം ഞാനൊരു ബാങ്കിലേക്ക് കൊണ്ട് ഈ 100 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാലോ എൻ്റെ 100 രൂപ 100 രൂപയായി നിൽക്കുകയും ചെയ്യും. ഓരോ മാസവും 6 രൂപ എനിക്ക് ഇൻകം ഇങ്ങോട്ട് വരികയും ചെയ്യും. ഒരു വർഷത്തിൽ തന്നെ എനിക്ക് 72 രൂപ എക്സ്ട്രാ കിട്ടും. ഒരു വർഷത്തിൽ 100 രൂപയുള്ള എനിക്ക് 172 രൂപയായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ പണം പിൻവലിക്കാം. ഇതാണ് ഞാൻ അവിടെ കാണുന്ന ലാഭം. പക്ഷെ ഈ ഗലോപ്പിംഗ് ഇൻഫ്ലേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുക? സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില വല്ലാതെ ഉയരുകയാണ്. അതായത് ബാങ്ക് എനിക്ക് ഒരു മാസത്തേക്ക് 6% പലിശ തരാൻ തയ്യാറാണ്. പക്ഷേ സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില ഈ ഒരു മാസം കൊണ്ട്
15%, 20% ഉയരും. അതായത് ഇന്ന് 1 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം അടുത്ത മാസം ആകുമ്പോൾ 20 രൂപ കൊടുത്താലേ കിട്ടത്തുള്ളൂ. എന്നാൽ ബാങ്കിൽ കിടക്കുന്നതിന്റെ പൈസ 6 രൂപയായിട്ട് ഉയർന്നതേ ഉള്ളൂ, അല്ലേ? വിച്ച് മീൻസ് ബാങ്ക് എനിക്ക് എത്ര പലിശ തന്നു കഴിഞ്ഞാലും അതെനിക്ക് യഥാർത്ഥത്തിൽ നഷ്ടമാണ്. പകരം ഞാൻ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക. എനിക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ പൈസ ബാങ്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലത്തിന് ശേഷം ബാങ്കിലെ പൈസയും കൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഇന്നുള്ളതിൻ്റെ 4-5 ഇരട്ടി പൈസ കൊടുത്ത് കമ്പ്യൂട്ടർ ഞാൻ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിയുള്ളവരാരും ഇപ്പോൾ ബാങ്കിൽ ക്യാഷ് കൊണ്ട് നിക്ഷേപിക്കില്ല. പകരം കയ്യിലുള്ള ക്യാഷ് എല്ലാം ചെലവാക്കി മാർക്കറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഗുഡ്സും സർവീസും വാങ്ങാനേ ആൾക്കാർ ശ്രമിക്കത്തുള്ളൂ. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? വീണ്ടും മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുകയല്ലേ? ഡിമാൻഡ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ വീണ്ടും 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 ഉയർന്നു പോവുകയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും ആണ്. സോ ഇതാണ് ഈ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ആൾക്കാർ ആർക്കും കടം കൊടുക്കാൻ തയ്യാറാവില്ല, ഇല്ലേ? ബിസിനസ്സുകാർക്ക് ലോൺ കിട്ടില്ല. ഇനി ലോൺ എടുത്താലും ആൾക്കാർ ബിസിനസ് തുടങ്ങാൻ തയ്യാറാവില്ല. കാരണം ബിസിനസ് വാങ്ങിക്കഴിഞ്ഞാലും ശമ്പളം ഒന്ന് നേരത്തെ കൊടുത്ത ചെറിയ ശമ്പളം കൊടുത്താൽ പോരാ. ആൾക്കാർക്ക് ഗുഡ്സും സർവീസും വാങ്ങാൻ ഒത്തിരി ക്യാഷിന് ആവശ്യമുണ്ട്. സോ ബിസിനസ്സുകാർ ഭയങ്കരമായ ശമ്പളം കൊടുക്കണം. ബാങ്കുകൾ വളരെ ഉയർന്ന രീതിയിലുള്ള പലിശ ഈടാക്കും. സോ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ആ എക്കണോമിയെ ബാധിക്കുകയും ആ എക്കണോമി മൊത്തം തകർച്ചയിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഗലോപ്പിംഗ് ഇൻഫ്ലേഷന്റെ പ്രത്യേകത. അതേസമയം നമ്മുടെ ഈ ലോ ഇൻഫ്ലേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ലോ ഇൻഫ്ലേഷനകത്താണെങ്കിൽ വേറെ കുഴപ്പമില്ല. അവിടെയും വില വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ വളരെ സ്ലോ ആയിട്ടുള്ള വളർച്ച ആയതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് ഇൻഫ്ലേഷന്റെ റേറ്റ് 2%. ബാങ്കിൽ നിന്ന് നമുക്ക് 6% കിട്ടും. സോ സ്വാഭാവികമായിട്ടും ആൾക്കാർ ബാങ്കിലേക്ക് പൈസ കൊണ്ട് സേവ് ചെയ്യും. ഈ സേവ് ചെയ്ത പൈസയാണ് മറ്റ് പ്രൈവറ്റ് സെക്ടർ മറ്റും എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? അവരുടെ ബിസിനസ്സിലെ ക്യാപിറ്റലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നോർമൽ ഇൻഫ്ലേഷൻ ഈസ് ഫൈൻ, അത് രാജ്യം വളരുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അത് രാജ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതാണോ സാർ ഏറ്റവും പ്രശ്നക്കാരനായ ആള്? അല്ല, നിങ്ങൾക്ക് തെറ്റി. കണ്ടോ, ഹൈപ്പർ ഇൻഫ്ലേഷൻ. എന്താ ഹൈപ്പർ ഇൻഫ്ലേഷൻ? പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഇൻക്രീസിംഗ് ബൈ 1,000,000%. ഏകദേശം 10 ലക്ഷം ശതമാനത്തോളം, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വെച്ചിട്ടാണ് ഈ പ്രൈസിന്റെ ഇൻക്രിമെന്റ് എങ്കിൽ, അതായത് ഇന്ന് 1 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം നാളെ 1 ലക്ഷം രൂപ കൊടുത്താലേ കിട്ടും. ആലോചിച്ച് നോക്കി അവസ്ഥ. ഇന്ന് 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പേന, ലെക്സിയുടെ പേന, നമുക്ക് ഒരു പേന, ഇതൊരു പേനയാണെന്ന് വിചാരിച്ചോ, ഇതിന് ഇന്ന് 10 രൂപ. അടുത്ത വർഷം ഇതേ പേന വാങ്ങാൻ 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ഇതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. നിങ്ങൾക്ക് തോന്നും സാറേ അങ്ങനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാകും, അതൊക്കെ ഒരു മിഥ്യയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒരിക്കലുമല്ല. ലോകത്ത് പല സ്ഥലത്തും ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്ക് ചില ക്ലാസിക് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ജർമ്മനി 1920s ജർമ്മനിയിൽ സർക്കാരിന് ശമ്പളം കൊടുക്കാൻ ആവശ്യത്തിന് പൈസ ഇല്ലാതെ വന്ന സമയത്ത് സർക്കാർ എന്ത് ചെയ്തെന്നറിയോ? ഒത്തിരി പൈസ പ്രിന്റ് ചെയ്തു. സർക്കാരിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ ക്യാഷ് പ്രിന്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, ഇവർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി ക്യാഷ് പ്രിന്റ് ചെയ്തു. ഇങ്ങനെ വെറുതെ പ്രിന്റ് ചെയ്ത ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ആൾക്കാർക്ക് സാലറി കൊടുത്തു, പെൻഷൻ കൊടുത്തു, മറ്റ് ആക്ടിവിറ്റീസ് ചെയ്തു. സോ ആൾക്കാരുടെ കയ്യിൽ ഭയങ്കരമായ പൈസ വന്നു വിട്ടു. ഇത്രയും പൈസ ആൾക്കാരുടെ കയ്യിലുണ്ട്, പക്ഷെ ഇത്രയും പൈസ കൊണ്ട് വാങ്ങാൻ കഴിയുന്ന പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ഈ രാജ്യത്ത് പ്രൊഡ്യൂസ് ആയിട്ടുണ്ടോ? ഇല്ല. സോ ടു ലാർജ് എമൗണ്ട് ഓഫ് മണി ഈസ് ചേസിങ് ടു ലിറ്റിൽ ഗുഡ്സ്. ടു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മണി ഈസ് ചേസിങ് ടു ലിറ്റിൽ ഗുഡ്സ്. സോ എന്ത് സംഭവിക്കും? ഈ ലിറ്റിൽ ഗുഡ്സിന്റെ പ്രൈസ് ഭയങ്കരമായി ഉയരും. അങ്ങനെ ഉയർന്ന സാഹചര്യം 1920 ജർമ്മനിയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമാണോ? ഇതേണ്ട USSR 1991 USSR ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കമാൻഡ് എക്കണോമിയിൽ നിന്ന് ഇവർ ക്യാപിറ്റൽ എക്കണോമിയിലേക്കൊക്കെ ചേഞ്ച് ആയി തുടങ്ങുന്ന സമയത്ത് സാധനങ്ങളുടെയും സാമഗ്രികളുടെയും പ്രൈസ് നിശ്ചയിക്കാനുള്ള അധികാരം മാർക്കറ്റിന് തന്നെ വിട്ടുകൊടുത്ത സമയത്ത് അവിടെ ഏകദേശം 4 ലക്ഷം % ഒരു 5 വർഷത്തിനകത്ത് അവിടെ ഉണ്ടായ ഇൻഫ്ലേഷൻ. 4 ലക്ഷം. എന്ന് മാത്രം വലിയ ഇൻഫ്ലേഷൻ ആണെന്ന് നോക്കി. അരിയുടെയൊക്കെ വില 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരി 40 ലക്ഷം രൂപയാകുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ.
സോ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ 3 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് നമ്മൾ സംസാരിച്ചത്. ഒന്ന് ലോ ഇൻഫ്ലേഷൻ, അത് രാജ്യം വികസിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ആണ്, ഇത് നല്ലതാണ്. 2 ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ, ഗവൺമെന്റ് ശരിയല്ല, ഗവൺമെന്റിൽ അഴിമതിയാണ്, അല്ലെങ്കിൽ വാറ് നടക്കുകയാണ്, റവല്യൂഷൻ നടക്കുകയാണ്, ആ സമയത്തൊക്കെ ഉണ്ടാകുന്നതാണ് ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ. ഭയങ്കരമായിട്ടുള്ള ലെവല് വിട്ട ഒരു തരം ഇൻഫ്ലേഷൻ ആണ് എന്ത്? ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഓക്കെ, നൗ അടുത്ത് നമുക്ക് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷന്റെ കോസുകളിലേക്ക് പോകാം. ഇത് പറയുന്ന സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വ്യക്തത കിട്ടും. സർക്കാർ കൂടുതൽ പൈസ അച്ചടിച്ചിറക്കുമ്പോൾ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ കൂടുക, അഴിമതി കൂടുമ്പോൾ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ പഠിച്ചു കഴിയുമ്പോഴാണ്. അപ്പോൾ 2 തരത്തിലുള്ള കോസുകളാണ് പ്രധാനമായിട്ടും ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ കാരണമാവുക. ഒന്ന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, 2 കോസ്റ്റ് പുഷ് അല്ല എങ്കിൽ സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ. ശരി, എന്താണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ? നമ്മൾ ആദ്യം സംസാരിച്ച നോർമലായുള്ള ഒരു രാജ്യം അതിന്റെ വികസനത്തിന്റെ പാത്തിലായിരിക്കുമ്പോഴുള്ള നല്ല രാജ്യത്തിന് നല്ലതായിട്ടുള്ള ആ ഒരു ഇൻഫ്ലേഷനെ പറയുന്ന പേരാണ് നമ്മളെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഇവിടെ എന്താ സംഭവിക്കുക? സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മൾ ഒരു എക്കണോമി എടുത്തു കഴിഞ്ഞാൽ എക്കണോമിയിൽ നമുക്ക് പ്രധാനമായിട്ടും 4 സെക്ടറുകളുണ്ട് അല്ലേ? എക്കണോമിക് സെക്ടർ നമുക്ക് പലതായിട്ട് തിരിക്കാം, പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടെർഷറി എന്നൊക്കെ തിരിക്കാം. ഇതല്ലാതെ നമുക്ക് എക്കണോമിയുടെ പഠനത്തിന് എളുപ്പത്തിനായി നമുക്ക് മറ്റ് സെക്ടർ എന്തൊക്കെയായിട്ട് തിരിക്കാം? ഗവൺമെന്റ് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഹൗസ് ഹോൾഡ് സെക്ടർ, എക്സ്റ്റേണൽ സെക്ടർ അല്ലെ? ഈ പറയുന്ന 4 സെക്ടറുകൾ, ഈ സെക്ടറുകളിൽ ആരെങ്കിലും ഒരാൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ പറയുന്ന പേരാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് കാരണം ഉണ്ടായ ഇൻഫ്ലേഷൻ. ലെറ്റ്സ് സേ മാർക്കറ്റിനകത്ത് ഉള്ള ഗുഡ്സിനേക്കാൾ കൂടുതൽ ഗുഡ്സ് ഗവൺമെന്റിന് ആവശ്യമാണ്. ഗവൺമെന്റ് ഈസ് റെഡി ടു ബൈ സം ഗുഡ്സ്. പക്ഷെ അത്രത്തോളം ഗുഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പക്ഷെ ഗവൺമെന്റിന് അത് വാങ്ങിച്ചേ പറ്റൂ. സോ എന്താ സംഭവിക്കുക? ഉദാഹരണത്തിന് റോഡ് വീതി കൂട്ടാനായി സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കുക. ഇങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇപ്പോൾ സെന്റിന് 1 ലക്ഷമോ 2 ലക്ഷമോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂമി ആയിരിക്കും. ആൾക്കാർ വിൽക്കാൻ തയ്യാറാകാതെ വരുന്ന സമയത്ത് ഗവൺമെന്റിന് ഈ പറയുന്ന എമൗണ്ട് കൂട്ടി കൊടുക്കണം. കോമ്പൻസേഷൻ അല്ലേ, ഇപ്പൊ എമൗണ്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കേണ്ടി വരും സർക്കാരിന്. അപ്പോൾ അതൊരു 3 ലക്ഷത്തിലേക്കോ 4 ലക്ഷത്തിലേക്കോ 5 ലക്ഷത്തിലേക്കൊക്കെ ഇത് ഉയരുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഗവൺമെന്റ് ഇവിടെ എന്ത് ചെയ്തു? കൂടുതലായിട്ട് അവർ ഡിമാൻഡ് ചെയ്തു. വെൻ ഗവൺമെന്റ് ഈസ് ഡിമാൻഡിങ് മോർ, സർക്കാർ ആ ഭൂമി വലിയ എമൗണ്ടിന് ഏറ്റെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാട്ടിലെ എല്ലാ ഭൂമിയുടെ വിലയും കൂടും. തൊട്ടടുത്ത് ഇപ്പൊ സർക്കാർ റോഡ് വാങ്ങിയെടുത്തു, 1 ലക്ഷം രൂപ സെന്റിന് വിലയുള്ള സ്ഥലം 10 ലക്ഷം രൂപ കൊടുത്ത് സർക്കാർ എടുത്തു. ഇനി അതിനടുത്തുള്ള ഒരു സ്ഥലം, നോർമൽ ഒരു സ്ഥലം വിൽക്കാൻ ഇട്ടേക്കുകയാണ്. പക്ഷെ അത് വിൽക്കാൻ ഒരാൾ 1 ലക്ഷം, അത് വാങ്ങാൻ ഒരാൾ 1-2 ലക്ഷം രൂപ കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ മുതലാളി, ഇത് ഉടമസ്ഥൻ ഇത് വിൽക്കാൻ തയ്യാറായില്ല. അയാൾ പറയും, ഇവിടെ അപ്പുറത്തുള്ള സ്ഥലം സർക്കാർ 10 ലക്ഷം രൂപയ്ക്കാണ് എടുത്തത്, സോ ഈ സ്ഥലം മിനിമം 8 ലക്ഷമെങ്കിലും തന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അവിടെ പ്രൈസ് കൂടിയില്ലേ? പ്രൈസ് കൂടുന്നത് ഇൻഫ്ലേഷൻ അല്ലേ? അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ കാരണം എന്താണ്? ഗവൺമെന്റ് കൂടുതലായി സാധനം ഡിമാൻഡ് ചെയ്തതാണ്. ഗവൺമെന്റിനെ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ സാധനങ്ങൾ കൂടുതലായി ഡിമാൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ലെയ്സ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനി, ലോകം മുഴുവനും ഈ പൊട്ടാറ്റോ ചിപ്സ് വിൽക്കാനായി നമ്മുടെ കേരളത്തിലുള്ള പൊട്ടാറ്റോസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയെങ്കിൽ വേൾഡ് വൈഡ് മുഴുവൻ സപ്ലൈ ചെയ്യാൻ അവർക്ക് അത്രത്തോളം പൊട്ടാറ്റോ വേണം. അവരിതിനെ ചിപ്സാക്കി അവർ സെല് ചെയ്യും. സോ ഇവര് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് പൊട്ടാറ്റോ കേരളത്തിൽ നിന്ന് എടുക്കാം എന്ന് ഇവിടെ കേരളത്തിലെ കർഷകരുമായ ഒരു എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓൾറെഡി ഇതൊന്നും അറിയാതെ ഒരു കണക്കിനുള്ള സപ്ലൈ നമ്മുടെ കർഷകർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഇത്രയും ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മുടെ കർഷകർ ഇതിന്റെ വില ഉയർത്തും, സ്വാഭാവികമായിട്ടും വില ഉയർത്തും. പക്ഷെ കമ്പനി വലിയ ഇന്റർനാഷണൽ കമ്പനി ആയതുകൊണ്ട് അവർ വേണമെങ്കിൽ ഈ വലിയ തുക കൊടുത്ത് ഈ സാധനം വാങ്ങും.
പക്ഷെ അതോടുകൂടി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പൊട്ടാറ്റോയുടെ ബേസിക് പ്രൈസ് നന്നായി ഉയരും. ഒരു 25 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പൊട്ടാറ്റോ ചിലപ്പോൾ 100 റുപ്പീസിലേക്ക് എത്തും. പിന്നീട് സാധാരണ കടയിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് കറി വെക്കാൻ വേണ്ടി പൊട്ടാറ്റോ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളും ഈ ലേസ് കമ്പനി കൊടുത്ത് വാങ്ങിയതുപോലെയുള്ള ഹൈ പ്രൈസ് കൊടുത്ത് പൊട്ടാറ്റോ വാങ്ങേണ്ടി വരും. ഇവിടെ എന്താ സംഭവിച്ചേ? ഒരു പ്രൈവറ്റ് സെക്ടർ കൂടുതലായി ഡിമാൻഡ് ചെയ്തത് കൊണ്ടല്ലേ അവിടെ പ്രൈസ് റൈസ് ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് ഹൗസ് ഹോൾഡ് സെക്ടർ. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഹൗസ് ഹോൾഡ് സെക്ടറാണ്. ഇപ്പൊ റിലയൻസ് ഗ്രൂപ്പ് അംബാനി, റിലയൻസ് ഗ്രൂപ്പിന്റെ ഓണർ അംബാനിയാണ്. പക്ഷെ റിലയൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറും അംബാനി എന്ന മനുഷ്യൻ അവിടെ ജോലി ചെയ്യുന്ന സർവ്വ ആൾക്കാർ, ഈ മനുഷ്യന്മാരെല്ലാം ഹൗസ് ഹോൾഡ് സെക്ടറാണ്. ഹൗസ് ഹോൾഡ് സെക്ടർ കൂടുതലായി സാധനങ്ങൾ ഡിമാൻഡ് ചെയ്താൽ, മാർക്കറ്റിൽ അവൈലബിൾ ആയതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പ്രൈസ് കൂടും. എക്സ്റ്റേണൽ സെക്ടർ, ഇന്ത്യയിൽ നമ്മളൊരു നമ്മൾ തേങ്ങ, ഇന്ത്യയിൽ നമ്മൾ 100 കിലോ തേങ്ങ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ, വിദേശികൾ നമ്മുടെ കയ്യിൽ നിന്ന് 500 കിലോ എടുക്കാൻ തയ്യാറാണ്, റെഡിയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല ഉയർന്ന പ്രൈസിനായിരിക്കും തേങ്ങ വിൽക്കുക. മാക്സിമം നമ്മൾ വിദേശത്ത് തന്നെ വിൽക്കാൻ നോക്കും. ഇന്ത്യക്കകത്ത് ഈ സാധനത്തിന്റെ സപ്ലൈ ഉണ്ടാവില്ല. ഇന്ത്യക്കകത്ത് സപ്ലൈ അത്രത്തോളം കുറയുമ്പോൾ ഡിമാൻഡ് അത്രത്തോളം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസ് അത്രത്തോളം ഉയരും. സോ ഇത്തരത്തിൽ 4 സെക്ടേഴ്സ് ഓഫ് എക്കണോമി, ഗവൺമെന്റ് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഹൗസ് ഹോൾഡ് സെക്ടർ, എക്സ്റ്റേണൽ സെക്ടർ, ഇവരുടെ ഡിമാൻഡ് സപ്ലൈയേക്കാൾ കൂടുന്നത് കാരണം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ഉയരുന്നതിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഓക്കെ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് കൂടുതൽ സാധനം ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗുഡ് തിങ് അല്ലേ. പ്രൈവറ്റ് സെക്ടർ കൂടുതൽ സാധനം വാങ്ങാൻ തയ്യാറാകുമെന്ന് പറഞ്ഞാൽ അവരുടെ ക്യാഷ് ഉള്ളത് കൊണ്ടാണ്. സോ ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. ഹൗസ് ഹോൾഡ് കൂടുതൽ സാധനം ഡിമാൻഡ് ചെയ്യുന്നു, ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സെക്ടർ, കൂടുതൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് വിദേശത്ത് ഭയങ്കര ഡിമാൻഡ് കൂടുതലാണ്, ഇറ്റ്സ് എ ഗുഡ് തിങ്. സോ ഈ പറയുന്ന ഒരു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ പൊതുവെ രാജ്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ പെട്ടെന്ന് സഹായിക്കുന്നു. നന്നായിട്ട് നമ്മളെ എന്താ പറയുക, നമ്മുടെ രാജ്യം സാമ്പത്തികമായി വളരാനും മറ്റുമൊക്കെ ഇത് സഹായിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് കോസ്റ്റ് പുഷ് അല്ലെങ്കിൽ സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ. ഇത് അത്ര നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. ഇത് അത്ര വെടിപ്പുള്ള സാധനമല്ല. കോസ്റ്റ് പുഷ് നമ്മൾ പറയാൻ കാരണം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് നമ്മളൊരു എക്കണോമിക് സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കിവിടെ ഒരു ഉൽപാദന യൂണിറ്റ് അഥവാ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാണാം. നമുക്കതിനെ പ്രൈവറ്റ് സെക്ടർ എന്നോ മറ്റും വിളിക്കാം. ഒരു പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാണും. മറുവശത്ത് നമുക്കൊരു ഹൗസ് ഹോൾഡ് സെക്ടർ കാണും. മനുഷ്യന്മാരെല്ലാം ഹൗസ് ഹോൾഡിന്റെ ഭാഗമാണ്. ഈ പ്രൊഡക്ഷൻ സെക്ടർ തുടങ്ങുന്ന ബിസിനസ്സുകാരൻ, ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസർ, അദ്ദേഹം ഹൗസ് ഹോൾഡിന്റെ ഭാഗമാണ്. സോ അദ്ദേഹം ഈ ബിസിനസ് തുടങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വരുമാനമുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ആണ്, അദ്ദേഹത്തിന്റെ ലാഭം കിട്ടുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന് കിട്ടുന്ന കോസ്റ്റ് അദ്ദേഹത്തിന്റെ ലാഭമാണ്. അതുപോലെ തന്നെ ജോലിക്കാരിവിടെ പണിയെടുക്കുന്നുണ്ട്, പണിയെടുക്കുന്ന ലേബറിന് പകരം തിരിച്ച് എന്താ കിട്ടുക? വേജ് കിട്ടുന്നുണ്ട്, വേജ്. സോ വേജ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന കോസ്റ്റാണ്, അവർ ചെയ്യുന്ന പണിക്ക് കിട്ടുന്ന കോസ്റ്റാണ്. സോ എന്റർപ്രണറിന് പ്രോഫിറ്റ് കിട്ടുന്നു, ജോലിക്കാർക്ക് വേജ് കിട്ടുന്നു. അതുപോലെ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ഭൂമി, ലാൻഡ് ഒക്കെ ഇവർക്ക് റെന്റ് കൊടുത്തേക്കുന്നത്. സോ ലാൻഡ് ഒരാൾ കൊടുത്തു, അദ്ദേഹത്തിന് പകരം എന്ത് കിട്ടുന്നു? റെന്റ് കിട്ടുന്നു. ലാൻഡ് കൊടുത്ത ആളിന് റെന്റ് കിട്ടുന്നു. അതുപോലെ തന്നെ ആരോ ക്യാപിറ്റൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ക്യാപിറ്റൽ കൊടുത്ത ആളിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. വിച്ച് മീൻസ് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, വേജ്, അതുപോലെ തന്നെ എന്താ പറയാ, ഇത് ഇൻട്രസ്റ്റ് ആണോ? ഇൻട്രസ്റ്റ്, വേജ്, പ്രോഫിറ്റ്, പിന്നെന്താണ്? എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കോസ്റ്റുകൾ എന്ന് പറയുന്നത്. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, റെന്റ്, ഓക്കെ, നമ്മൾ റെന്റ് ആണ് വിട്ടുപോയത്, ശരി, റെന്റ്. ഈ പറയുന്ന ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, വേജ്, റെന്റ്, ഇതിനെയൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഏതെങ്കിലും കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ആണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അതായത്
ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ബിസിനസ് സ്ഥാപനം വളരെ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഇവിടുത്തെ തൊഴിലാളികളെല്ലാം കൂടി നമ്മുടെ വേജ് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിലേക്ക് ഏർപ്പെടുന്നു. സോ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ മുതലാളിക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? വേജ് കൂട്ടേണ്ടി വരുന്നു. ഇങ്ങനെ വേജ് കൂട്ടുന്നത് കാരണം മുതലാളിയുടെ ലാഭം കുറയുന്നു. ലാഭം കുറയുന്നത് മുതലാളിക്ക് ഇഷ്ടപ്പെടാത്തത് കാരണം മുതലാളി എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും വിൽക്കുന്ന സാധനത്തിന്റെയോ അല്ലെങ്കിൽ സേവനത്തിന്റെയോ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഉയർത്തുന്നു. സ്വാഭാവികം. ഇവിടെ വേജ് എന്ന് പറയുന്ന ആ കോസ്റ്റിലെ വളർച്ചയാണ് ഇൻഫ്ലേഷന് കാരണമായത്. സോ കോസ്റ്റ് ഈസ് പുഷിങ് ദ പ്രൈസ്. പ്രൈസിനെ പുഷ് ചെയ്ത് മേലേക്ക് കൊണ്ടുപോയത് ആരാ? കോസ്റ്റ് ഓഫ് ലേബറിന്റെ കോസ്റ്റായ വേജാണ്. അതുപോലെ തന്നെ റെന്റ്, ഭൂമി തന്നയാള് നമ്മളോട് വാടക കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാധനത്തിന്റെയോ സേവനത്തിന്റെയോ പ്രൈസ് എന്ത് ചെയ്യും? കൂടും. അതൊരു തരം കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന് കൂടുതൽ ഇൻട്രസ്റ്റ് വേണമെന്ന് ഇൻവെസ്റ്റേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കയ്യിൽ നിന്നെടുത്ത്, ബിസിനസ്സുകാരൻ എന്റർപ്രണർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നെടുത്തല്ല ഈ ക്യാഷ് കൊടുക്കുക. അദ്ദേഹം വിൽക്കുന്ന സാധനത്തിന്റെയോ സേവനത്തിന്റെയോ പ്രൈസ് കൂട്ടും. സോ സ്വാഭാവികമായിട്ടും ആ കൂടൽ ഇൻഫ്ലേഷനായിട്ട് പരിണമിക്കും. ഇനി അവസാനം കാണുന്നത് പ്രോഫിറ്റ്. മുതലാളിക്ക് തോന്നുകയാണ് ഞാൻ പ്രോഫിറ്റ് അങ്ങ് കൂട്ടിക്കളയാം എന്ന് അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാലും അദ്ദേഹം എന്ത് ചെയ്യും? സാധനത്തിന്റെയോ സേവനത്തിന്റെയോ പ്രൈസ് കൂട്ടും. അപ്പോഴും അവിടെ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ സംഭവിക്കും. ഇവിടെ നിങ്ങളൊരു കാര്യം ചോദിക്കും, മുതലാളിക്ക് പ്രോഫിറ്റ് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ, മുതലാളി പ്രൈസ് കൂട്ടിയാൽ നമ്മൾ ആ സാധനം വാങ്ങാതിരുന്നാൽ പോരെ? നമ്മൾ വാങ്ങാതിരിക്കുമ്പോൾ ഡിമാൻഡ് കുറയില്ലേ? ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കുറയില്ലേ? ഡിമാൻഡ് കുറയാതിരുന്നു കഴിഞ്ഞാൽ പ്രൈസ് കുറയില്ലേ? തീർച്ചയായിട്ടും പ്രൈസ് കുറയും. ഇതെന്തുകൊണ്ട്? ഈ പ്രശ്നത്തിന് ഒരു ഉത്തരമെന്ന് പറയുന്നത്, പൊതുവെ ഈ മോണോപ്പൊളി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു പ്രോഫിറ്റിന് വേണ്ടി മുതലാളിമാർ ഭയങ്കരമായി പ്രൈസ് കൂട്ടുകയും അതിലൂടെ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും ചെയ്യാം. ഉദാഹരണത്തിന് പെപ്സി, കൊക്കക്കോള, ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനി പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് വളരെയധികം ഉയർത്തുകയില്ല. കാരണം പെപ്സിയുടെ വില ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെപ്സി നിർത്തി കൊക്കക്കോള വാങ്ങി കുടിക്കാൻ തുടങ്ങും, അല്ലേ? കൊക്കക്കോളയുടെ പ്രൈസ് കൂടി നമ്മൾ എന്ത് ചെയ്യും? പെപ്സി വാങ്ങി കുടിക്കാൻ തുടങ്ങും. സോ അവിടെ ഒരു മോണോപ്പൊളി ഇല്ല, ഈ രണ്ട് കമ്പനികളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ലോകത്ത് കാർബണേറ്റഡ് ഡ്രിങ്ക് വിൽക്കുന്നത് പെപ്സി മാത്രമേ ഉള്ളൂ എങ്കിലോ അവരെത്ര വില കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാലും ഈ പെപ്സി കുടിച്ച് ആ ഇഷ്ടം പിടിച്ച ആൾക്കാര് കൂടുതൽ പ്രൈസ് കൊടുത്ത് ഈ സാധനം വാങ്ങും. സോ മോണോപ്പൊളി ഈസ് എ റീസൺ ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. മോണോപ്പൊളി വിൽ ലീഡ്സ് ടു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് ശരിയല്ല. ഇപ്പൊ മോണോപ്പൊളി ആണ് എന്ന് കരുതിക്കൊണ്ട് ഒരു മുതലാളി ഇൻഫ്ലേഷൻ പ്രൈസ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത്തരം ഇൻഫ്ലേഷനെ നമ്മൾ ഗ്രീഡ്ഫ്ലേഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഗ്രീഡിയായ, അത്യാഗ്രഹിയായ ഒരാളുടെ അത്യാഗ്രഹം കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ എന്നും പറയാറുണ്ട്. ഒരു മോണോപ്പൊളി നിലനിൽക്കുന്ന ഒരു മേഖലയിൽ ആകെ ഒരു കമ്പനിയുള്ളൂ. ആ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു? അമിത ലാഭത്തിനായി ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് ഭയങ്കരമായി ഉയർത്തുകയാണ് എങ്കിൽ ആ ഉയർത്തൽ കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ അഥവാ ആ കോസ്റ്റ് പുഷ്, പ്രോഫിറ്റ് ഒരു കോസ്റ്റ് അല്ലേ, കോസ്റ്റ് പുഷ് കാരണം ഉണ്ടാകുന്ന ആ ഇൻഫ്ലേഷൻ നമ്മൾ ഗ്രീഡ്ഫ്ലേഷൻ എന്നും പറയാറുണ്ട്. മുതലാളിയുടെ ഗ്രീഡ് കാരണം ഉണ്ടായ ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ. സോ ഇത്തരം ഇൻഫ്ലേഷനെ നമ്മൾ പറയുന്ന പേരാണ് കോസ്റ്റ് പുഷ്. ഇതിന് വേറെ ഒരു പേര് പറയാറുണ്ട്, സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ. അതായത് സാധനത്തിന്റെ സപ്ലൈ ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല, പക്ഷെ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ പഴയതുപോലെ തന്നെയാണ്, ബട്ട് പ്രൈസ് കൂടി. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ തൊഴിലാളികൾ കൂടുതൽ ശമ്പളം ചോദിക്കുന്നു, എന്നാൽ ചെയ്യുന്ന ജോലിയുടെ അളവ് അവർ കൂട്ടാൻ തയ്യാറാണോ? അല്ല. നേരത്തെ ചെയ്ത അതേ ജോലിയെ ചെയ്യുന്നുള്ളൂ, പക്ഷെ അവർക്ക് ശമ്പളം കൂടുതൽ വേണമെന്നാണ് പറയുന്നത്. സോ ശമ്പളം കൂടി, മണി സപ്ലൈ ഈസ് ഇൻക്രീസ്ഡ്, ബട്ട് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സിന്റെ അളവ് അവിടെ കൂടിയിട്ടില്ല. മണി സപ്ലൈ കൂടി, ടു മച്ച് മണി ഈസ് ചേസിങ് ലെസ് എമൗണ്ട് ഓഫ് ഗുഡ്സ് കൂടിയില്ല, മണി കൂടി. സോ ഓട്ടോമാറ്റിക്കലി പ്രൈസ് എന്ത് ചെയ്യും? കൂടും. മുതലാളിക്ക് പ്രോഫിറ്റ് കൂടി, മുതലാളി സാധനം വില കൂട്ടിയിട്ടപ്പോൾ പ്രോഫിറ്റ് കൂടി, പക്ഷേ മാർക്കറ്റിൽ ഇറങ്ങിയ ഗുഡ്സിന്റെ അളവ് കൂടിയില്ല. സോ ദിസ് ടു മച്ച് മണി ഈസ് ചേസിങ് ടു ലിറ്റിൽ ഗുഡ്. സോ അവിടെ എന്തുണ്ടാവും? ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇനി ഇതിനെ സപ്ലൈ ഷോക്ക് എന്ന് പറയുന്നതിന് വേറെ ഒരു കാരണമുണ്ട്. നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആരും കൂട്ടിയില്ല എന്ന് വിചാരിക്കുക, പക്ഷേ
വേറെന്തോ കാരണത്താൽ നമ്മുടെ സപ്ലൈയിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, കേരളത്തില് ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ പൂക്കൃഷി ചെയ്തു എന്ന് വിചാരിക്കുക. പൂക്കൃഷി, അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ജമന്തി കിലോ 100 രൂപയ്ക്ക് വിൽക്കാം എന്ന ഐഡിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ജമന്തി കൃഷി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ കിലോ 100 രൂപയ്ക്ക് വിൽക്കാം എന്ന ഐഡിയയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ജമന്തി കൃഷി ചെയ്യുന്നു. ഞാനൊരു 1,00,000 കിലോ ജമന്തി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്കറിയാം 1 കോടി രൂപയുടെ ബിസിനസ് നടക്കും. ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഈ പ്ലാനിങ്ങിനനുസരിച്ച് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ അതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട്, ബാക്കിയൊക്കെ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിത് സാധനം എന്താ പറയുക, ഹാർവസ്റ്റ് ചെയ്യുന്നതിന് തലേ ദിവസം ഭൂകമ്പം ഉണ്ടായി. എൻ്റെ ജമന്തി തോട്ടത്തിന്റെ പകുതി മണ്ണിനടിയിലായിപ്പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ കോസ്റ്റിനൊന്നും യാതൊരുവിധ വ്യത്യാസവുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പൊ വിൽക്കാൻ ആവശ്യത്തിന് സാധനമില്ല. സോ ഇവിടെ എന്താ സംഭവിച്ചത്? സപ്ലൈ ഷോക്ക്. ഞാൻ പ്രതീക്ഷിച്ചത് 1,00,000 കിലോ ജമന്തിയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് 50,000 കിലോയെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ബാക്കി പകുതി നശിച്ചു പോയി. പ്രകൃതി ദുരന്തം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. സപ്ലൈയിൽ ഷോക്ക് ഉണ്ടാകാം. പിന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുഡ്സ് നശിച്ചു പോകാം. ആൾക്കാരുടെ കയ്യിൽ പൈസ അങ്ങനെ തന്നെ ഇരിക്കാം, പക്ഷെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുഡ്സ് നശിച്ചു പോകാം. ഇൻഫ്രാസ്ട്രക്ചർ നശിച്ചു പോകാം, അല്ലെ? പുതിയ പുതിയ ബിസിനസ്സുകൾ വരാതാകാം. അങ്ങനെ വരുന്ന സമയത്ത് പുതിയ പ്രൊഡക്ഷൻ നടക്കാതാകാം. സോ ഉള്ള ഗുഡ്സിന്റെ അളവ് ഭയങ്കരമായി കുറയുകയും ചെയ്യുന്നു, പുതിയ ഗുഡ്സ് ഉണ്ടാകുന്നില്ല. ആളുകളുടെ കയ്യിലാണെങ്കിൽ ക്യാഷും ഉണ്ട്. സോ ടു മച്ച് മണി ഈസ് ചേസിങ് ടു ലിറ്റിൽ ഗുഡ്സ്. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ, സാധനത്തിന്റെ പ്രൈസ് കൂടും. ഇത് സപ്ലൈയിലെ ഷോക്ക് കാരണമല്ലേ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പറഞ്ഞ സമയത്ത് വാർ ഉണ്ടാകുമ്പോൾ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ടാകും നമ്മൾ പറഞ്ഞു. കാരണം എന്താ? വാർ ഉണ്ടാകുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിൽ തന്നെ കുറെ ഗുഡ്സ് നശിച്ചു പോകുന്നു. പുതിയ ഗുഡ്സിന്റെ പ്രൊഡക്ഷനും ഒരുപാട് തടസ്സം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഭയങ്കരമായിട്ട് കൂടുന്നു, അല്ലേ? ആൾക്കാർ ശമ്പളം ജോലിക്ക് വരാതെ വീട്ടിലിരിക്കും യുദ്ധം പേടിച്ച്. അപ്പൊ ഇവരെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ജോലിക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില കൂടി. അപ്പൊ എനിക്ക് പഴയ ലാഭം കിട്ടിയാൽ പോരെ, കൂടുതൽ ലാഭം വേണം, അല്ലേ? സോ കോസ്റ്റും കൂടുന്നു, സപ്ലൈ കുറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെ നമ്മൾ കോസ്റ്റ് പുഷ് അല്ലെങ്കിൽ സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു രാജ്യത്തെ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ എന്താ പറയുക, ഈ പറയുന്ന മിസ്മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന അഴിമതി വളരെയധികം ഉയർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഇൻഫ്ലേഷനെ ബാധിക്കുക? തീർച്ചയായിട്ടും അത് ഒരുതരം സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷനിലേക്ക് എത്തിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീടിനടുത്ത് നമ്മൾ ഒരു റോഡ് പണിയുന്നു. ഈ റോഡ് പണിയാൻ വേണ്ടി നമ്മളൊരു 10 ലക്ഷം രൂപ അനുവദിക്കുന്നു. അനുവദിച്ച ശേഷം കോൺട്രാക്ടറുമായി നമ്മുടെ ഗവൺമെന്റിന് ഒരു ടൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ടർ ഈ പൈസ വാങ്ങിയ ശേഷം 1 ലക്ഷം രൂപയ്ക്ക് റോഡ് നിർമ്മിക്കുന്നു. ബാക്കി 9 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ ഇദ്ദേഹം ലാഭം എടുക്കുന്നു. ബാക്കി സർക്കാരിലെ ആൾക്കാർക്കും ഈ പൈസ ഇദ്ദേഹം ലാഭം വീതിച്ചു കൊടുക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ റോഡ് ഡാമേജ് ഉണ്ടാകുന്നു. കാരണം തീർച്ചയായിട്ടും നമ്മൾ വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഉണ്ടാക്കിയ റോഡാണ്. സോ ഡാമേജ് ഉണ്ടാകും. ഇത്തരത്തിൽ റോഡ് ഡാമേജ് ആകുന്നു. റോഡ് ഡാമേജ് ആകുമ്പോൾ സർക്കാർ വീണ്ടും സന്തോഷപൂർവ്വം വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു 10 ലക്ഷമോ 1 കോടിയോ റോഡിനായി അനുവദിക്കുന്നു. വീണ്ടും ചെറിയൊരു എമൗണ്ടിൽ റോഡ് പണിതിട്ട് വീണ്ടും പൈസ ഇവർ വീതിച്ചെടുക്കുന്നു. വീണ്ടും റോഡ് കംപ്ലൈന്റ് ആവുന്നു, വീണ്ടും പൈസ അനുവദിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ടു മച്ച് മണി ഈസ് ഇൻ ദ മാർക്കറ്റ്. ഒരുപാട് പൈസ മാർക്കറ്റിലേക്ക് എത്തി. പക്ഷേ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഗുഡ് ഇവിടെ പ്രൊഡ്യൂസ് ആയോ? ഇല്ല. ഇവിടെ ആകെ ആ ഒരു റോഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എഗെയിൻ ടു മച്ച് മണി ടു ലിറ്റിൽ ഗുഡ്സ്. അപ്പോഴും എന്തുണ്ടാകും? ഇൻഫ്ലേഷൻ ഉണ്ടാകും. അത്തരം ഇൻഫ്ലേഷനൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഈ പറയുന്ന സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന്റെ ഭാഗമാണ്. സോ ഒരു രാജ്യത്ത് ഈ പറയുന്ന അഴിമതിയോ മറ്റോ ഒക്കെ കൂടുകയാണെങ്കിൽ അത് ഇൻഫ്ലേഷന് കാരണമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകും. ദെൻ ഡിസ്ഇൻഫ്ലേഷൻ എന്നാൽ എന്താണ്? ഡീഫ്ലേഷൻ എന്നാൽ എന്താണ്? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയാം.
Disinflation is the slowing down of inflation rate. Still inflation ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യത്ത് 10% അവിടുത്തെ സാധാരണ ഇൻഫ്ലേഷൻ. പക്ഷെ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകൾ കാരണം, മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് വ്യക്തമായി നമ്മൾ അവതരിപ്പിച്ചത് കാരണം, സക്സസ്ഫുൾ ആയിട്ട് അവതരിപ്പിച്ചത് കാരണം ഈ 10% എന്ന ഇൻഫ്ലേഷൻ 8% കുറഞ്ഞു. 10% ഇൻഫ്ലേഷൻ ഈസ് റെഡ്യൂസ്ഡ് ടു 8%. സ്റ്റിൽ there is inflation. ഇപ്പോഴും അവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്. ഇൻഫ്ലേഷൻ പൂർണ്ണമായി മാറിയിട്ടില്ല. there is still inflation. ഇപ്പോഴും ഇൻഫ്ലേഷൻ ഉണ്ട്. പക്ഷേ ഇൻഫ്ലേഷന്റെ റേറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. If the rate of inflation is reducing, then it is called disinflation. ഇതിന്റെ പേരാണ് എന്ത്? ഡിസ്ഇൻഫ്ലേഷൻ. മറ്റൊരു ടേമാണ് deflation. Deflation means this is the opposite of inflation. അതായത് സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില ഭയങ്കരമായി കുറയുന്നു. ഇതൊരിക്കലും ഒരു രാജ്യത്തിന് നല്ലതല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില കുറയുക? ഇതിന് ഡിമാൻഡ് ഇല്ലാതെ വരുമ്പോൾ. എപ്പോഴാണ് സാധനങ്ങൾക്കും സാമഗ്രികൾക്കും വില ഇല്ലാതെ വരിക? ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുമ്പോൾ. എപ്പോഴാണ് ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുന്നത്? അവർക്ക് ജോലി ഇല്ലാതെ വരുമ്പോൾ, വരുമാനം ഇല്ലാതെ വരുമ്പോൾ, സർക്കാരിന് മോണിറ്ററി ഫിസ്ക്കൽ പോളിസി നടത്താനുള്ള കഴിവില്ലാതെ വരുമ്പോൾ, അല്ലേ? സർക്കാരിന്റെ കയ്യിൽ ചെലവാക്കാൻ ക്യാഷ് ഇല്ല, പ്രൈവറ്റ് സെക്ടർ ആരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ആളുകൾക്ക് ജോലിയില്ല, യാതൊരുവിധ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും നടക്കുന്നില്ല, ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ആൾക്കാർ പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ള സാധനങ്ങൾ വാങ്ങാൻ ആരുമില്ലാതെ വരുമ്പോൾ സാധനങ്ങളുടെ വില കുറഞ്ഞു 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 വരും. ടു മെനി ഗുഡ്സ്, ടു ലിറ്റിൽ മണി, സോ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് വിൽ റെഡ്യൂസ്. ഇത്തരത്തിൽ സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില ജനറലി കുറഞ്ഞു 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 വരുന്നതിന്റെ പേരാണ് മക്കളെ ഡീഫ്ലേഷൻ. ആൻഡ് ഡിഫ്ലേഷൻ ഈസ് നോട്ട് ഗുഡ് ഫോർ എ കൺട്രി. ഇഫ് എ കൺട്രി ഈസ് അണ്ടർഗോയിങ് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ പൊതുവെ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയുക? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആൻഡ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. ബാങ്കുകൾക്ക് ഉടനെ എന്ത് ചെയ്യാം? ബാങ്കുകൾക്ക് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ എന്ത് ചെയ്യാം? കുറയ്ക്കാം. ബാങ്കുകൾ മീൻസ് ആർ ബി ഐക്ക് എന്ത് ചെയ്യാം? ആർ ബി ഐയുടെ എക്സ്ചേഞ്ച് റേറ്റുകൾ പെട്ടെന്ന് കുറയ്ക്കാം. ലോക്കൽ ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യുന്ന റേറ്റ് കുറയ്ക്കാം. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് ലോക്കൽ ബാങ്കിന് കൂടുതൽ മണി ഈസിലി അവൈലബിൾ ആവും. ഈ ഈസി അവൈലബിൾ മണി ആൾക്കാർ എന്ത് ചെയ്യും? ലോൺ എടുക്കും. ആൾക്കാർ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും. സോ വീണ്ടും എക്കോണമി മേലേക്ക് വരും. ഫിസ്ക്കൽ പോളിസി, എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരുപാട് ക്യാഷ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് വേണ്ടി ചിലവാക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? ഒരുപാട് ആൾക്കാരുടെ കയ്യിലേക്ക് ക്യാഷ് വരും. ഇനി സർക്കാരിന് അതിനുള്ള കഴിവില്ലാതെ വരുന്ന സമയത്താണ് ആ രാജ്യം തകർച്ചയിലേക്ക് എത്തുന്നത്. സോ ഇതാണ് ഡിസ്ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും. ഇനി ചില പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാക്കുകൾ. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറൽ പ്രൈസ് ലെവൽ കുറഞ്ഞു വരുന്നതാണ്. ഇറ്റ് ഈസ് എ ജനറൽ ഫാൾ ഇൻ പ്രൈസ് ലെവൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ പ്രൈസ് ലെവൽ കുറഞ്ഞു വരുന്നതാണ് ഡിഫ്ലേഷൻ. അതുപോലെ തന്നെ ഡിസ്ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നതാണ് ഡിസ്ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ, ജനറൽ റൈസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. റീഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Reflation is the act of stimulate the economy by increasing money supply. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടാക്സ് കുറച്ചുകൊണ്ട് ഈ ഇൻഫ്ലേഷനെ നേരിടുന്ന ഒരു പ്രവർത്തനത്തിന് മണി സപ്ലൈ കൂട്ടിക്കൊണ്ട്, അല്ലേ? റിഫ്ലേഷൻ ഇസ് ആക്ട് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ദ എക്കണോമി ബൈ ഇൻക്രീസിംഗ് ദ മണി സപ്ലൈ. മണി സപ്ലൈ കൂട്ടിക്കൊണ്ട് ടാക്സ് കുറച്ചുകൊണ്ട് പൈസ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന പരിപാടിയുടെ പേരാണ് എന്ത്? റീഫ്ലേഷൻ. ഓക്കെ. മറ്റൊന്ന് ഡിപ്രഷൻ, എക്കണോമിക് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ? സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില കുറയുന്നതും എക്കണോമിക് ആക്ടിവിറ്റീസ് കുറഞ്ഞു വരുന്നതുമാണ് ഈ പറയുന്ന എക്കണോമിക് ഡിപ്രഷൻ. ഓക്കെ. നമ്മൾ ഈ ബൂം എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന ഡിപ്രഷൻ. ഇനി ഇതിനകത്ത് നിങ്ങളോട് 1-2 ടേമുകൾ കൂടെ പറഞ്ഞിട്ട് അവസാനത്തെ ഒരു കർവ് കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ടേമുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഈ എന്താ പറയാ, ബൈയിങ് കപ്പാസിറ്റി ഓഫ് പീപ്പിൾ. നമ്മൾ ഈ ഇൻഫ്ലേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ദ ജനറൽ റൈസ് ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ഫാൾ ഓഫ് ബൈയിങ് കപ്പാസിറ്റി ഓഫ് പീപ്പിൾ എന്ന് പറയാറുണ്ട്. ആൾക്കാരുടെ ബൈയിങ് കപ്പാസിറ്റി കുറയുന്നതും ഇൻഫ്ലേഷൻ ആണെന്ന് പറയാറുണ്ട്.
ഈ ബൈയിങ് കപ്പാസിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ പണത്തിന്റെ മൂല്യം കുറയുക എന്നാണ്. അതായത് ഒരു പർട്ടിക്കുലർ മണിക്ക് ഇന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അത്രയും സാധനങ്ങൾ നാളെ കിട്ടാതെ വരും. ഒരു രാജ്യത്ത് ഇൻഫ്ലേഷൻ വളരെയധികം കൂടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു രാജ്യത്ത് 200% ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം ഇന്ന് 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം നിങ്ങൾക്ക് നാളെ ആകുമ്പോഴത്തേക്കും അതിന്റെ വില 100%, അതായത് 200 ആവും. അടുത്ത ദിവസം ആകുമ്പോൾ പിന്നെ ഒരു 100%, 400 രൂപയാവും. ഇന്ന് 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം 2-3 ദിവസം കഴിയുമ്പോൾ 400 രൂപയാവും. അതായത് ഇന്ന് 100 രൂപ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ആ സാധനം വാങ്ങാമായിരുന്നു. 2 ദിവസത്തിന് ശേഷം നിങ്ങൾ 100 രൂപ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം വാങ്ങാൻ കഴിയോടാ? കഴിയില്ല. സോ നിങ്ങളുടെ പർച്ചേസിങ് പവർ ചുരുങ്ങി. പണ്ട് നമ്മൾ ഈ മുട്ട പപ്സും ഡ്രിങ്ക്സും ഇറങ്ങിയ സമയത്ത് 5 രൂപയ്ക്ക് ഡ്രിങ്ക്സും 5 രൂപയ്ക്ക് മുട്ട പപ്സും കഴിച്ചിരുന്നു. പഴയ ആൾക്കാർക്ക് ഓർത്താലറിയാം, സ്കൂളിന് അടുത്തെന്നൊക്കെ തുടങ്ങിയ സമയത്ത്. അന്ന് 5 രൂപ ഉണ്ടെങ്കിൽ ഒരു മുട്ട പപ്സ് വാങ്ങാമായിരുന്നു. ഇന്ന് 5 രൂപയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു മുട്ട പപ്സ് വാങ്ങാൻ പറ്റുമോ? ഒരു മുട്ട പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? സോ മുട്ട പപ്സുകളുടെ വില ഇന്ന് 20 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. സോ ഇത് എന്താണ്? പൈസയുടെ മൂല്യം വീണതാണെന്ന് നമുക്ക് പറയാം, അഥവാ നമ്മുടെ പർച്ചേസിങ് പവർ കുറഞ്ഞതാണെന്ന് പറയാം. ഇതാണ് പർച്ചേസിങ് പവർ കുറയുക എന്ന് പറയുന്നത്. ഇൻഫ്ലേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ വേറെ ചില വേർഡുകളാണ് ഗ്രീഡ്ഫ്ലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്ത് ഒരു കുത്തക മുതലാളിക്ക് തന്റെ ലാഭം വളരെയധികം വർദ്ധിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അദ്ദേഹം കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില ഉയർത്തുന്നത് മൂലം ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഗ്രീഡ്ഫ്ലേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ കച്ചവടക്കാര് ഹോർഡിങ്ങിലൂടെ അവരുടെ ഈ സാധനങ്ങൾ പൂഴ്ത്തി വെക്കുന്നതിലൂടെ, അതായത് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ നടക്കുന്ന സമയത്ത് ഇതിപ്പോ നമ്മുടെ സാധനം വിൽക്കണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞ് ഉയർന്ന വിലയ്ക്ക് വിൽക്കാമെന്ന് കരുതി ഉള്ള സാധനം പോലും പൂഴ്ത്തി വെക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും സാധനം ഷോർട്ടേജ് ആയത് കാരണം, സപ്ലൈ ഷോക്ക് കാരണം ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വരുന്ന സാധനം ഗ്രീഡ്ഫ്ലേഷൻ ആണ്. ആ കച്ചവടക്കാരന്റെ ഗ്രീഡ് കാരണമുണ്ടായ സംഗതിയാണ്. പിന്നെ മറ്റൊരു ടേമാണ് സ്ക്യൂഫ്ലേഷൻ. സ്ക്യൂഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്യൂ സിമിട്രി എന്നൊക്കെ പറയാറില്ലേ? സ്ക്യൂഫ്ലേഷൻ. സ്ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളെ, സാധാരണ നമ്മുടെ മാർക്കറ്റിലെ എല്ലാ സാധനങ്ങളുടെയും സാമഗ്രികളുടെയും വില ഏകദേശം ഒരുപോലെ കൂടി വരുന്നതാണ് നോർമൽ ഇൻഫ്ലേഷൻ. പക്ഷെ സ്ക്യൂഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുകയും മറ്റുള്ളവരുടെ വില യാതൊരുവിധ ചേഞ്ചും ഇല്ലാതെ നിൽക്കുകയും ചെയ്യും. ഈ അവസ്ഥയാണ് സ്ക്യൂഫ്ലേഷൻ. അതായത് ഒരു യൂണിഫോമിറ്റി, ഒരു സിമിട്രി തോന്നത്തില്ല നമുക്ക്, തോന്നിയതുപോലെ ഉയർന്നു താഴ്ന്നൊക്കെ നിൽക്കുന്നതാണ് സ്ക്യൂഫ്ലേഷൻ. പിന്നെ വേറൊരു ടൈമാണ് സ്റ്റാഗ്ഫ്ലേഷൻ. സ്റ്റാഗ് അതായത് എക്കണോമി സ്റ്റാഗ്നന്റ് ആയിരിക്കും. സ്റ്റാഗ്ഫ്ലേഷൻ അതായത് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു, ഒരു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിലൊക്കെ രാജ്യം വളരുന്നതിനനുസരിച്ച്, ആ എക്കണോമി വളരുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് കൂടുതൽ ജോലി കിട്ടുന്നു, ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ ക്യാഷ് വരുന്നു, അവർ കൂടുതൽ സാധനം ഡിമാൻഡ് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നു. സോ ഗ്രോത്തുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു രാജ്യത്ത് ഈ പറയുന്ന വാർ നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഹാമാരി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ കറപ്ഷൻ കൂടുന്നു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും അവിടെ എന്തുണ്ടാവാറുണ്ട്? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷെ എക്കണോമി എന്ത് ചെയ്യുന്നില്ല? ഡെവലപ്പ് ആകുന്നില്ല. ഈ കണ്ടീഷനെ പറഞ്ഞ പേരാണ് സ്റ്റാഗ്ഫ്ലേഷൻ. എക്കണോമി ഈസ് സ്റ്റാഗ്നന്റ് ബട്ട് പ്രൈസ് ഈസ് റൈസിങ്. ദിസ് ഈസ് കാൾഡ് സ്റ്റാഗ്ഫ്ലേഷൻ. പിന്നെ ഇനിയുണ്ട്, ഇനി ഒരു സാധനം ഷ്രിങ്ക്ഫ്ലേഷൻ. ചുരുങ്ങുക എന്ന് പറയുന്നത് ഷ്രിങ്ക്ഫ്ലേഷൻ. ഷ്രിങ്കിങ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഷ്രിങ്ക്ഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബൂമർ, നമ്മളെ കുട്ടിക്കാലം മുതലേ നമ്മൾ 1 രൂപയ്ക്കാണ് ഒരു ബൂമർ വാങ്ങുന്നത്. ഇന്നും നമ്മൾ പറയാറുണ്ട് എല്ലാ സാധനത്തിന്റെയും വില കൂടി, പക്ഷെ ബൂമറിന്റെ വില കൂടിയില്ല. ബൂമർ ഇന്നും 1 രൂപയാണ്. നമ്മൾ പോപ്പിൻസിനെ കുറിച്ച് പറയാറുണ്ട്, പണ്ടും 10 രൂപയാണ്, ഇന്നും 10 രൂപയാണ്. പണ്ടും 5 രൂപയാണ്, ഇന്നും 5 രൂപയാണ് അല്ലേ? സോ എങ്ങനെയാണ് ഇവർക്ക് വില മാറാതെ ഈ സാധനം നൽകാൻ കഴിയുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. കാര്യം ഇൻഫ്ലേഷൻ കൂടുന്നു, പണ്ടത്തെ സാധനങ്ങളുടെ വില അല്ല ഇന്ന്, എല്ലാ സാധനത്തിന്റെയും വില കൂടി, പക്ഷെ ബൂമറിന്റെ വില കൂടിയിട്ടില്ല. പക്ഷെ അവിടെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സത്യം, നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന ബൂമറിന്റെ കനത്തിന്റെ പകുതിയുടെ പകുതി കനമേ ഇപ്പോഴുള്ള ബൂമറിനുള്ളൂ. സോ സംഗതി എന്താണ്? ബൂമറിന്റെ വില കൂടിയില്ല, പകരം ബൂമറിന്റെ സൈസ് കുറഞ്ഞു.
5 രൂപയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ടൈഗർ ബിസ്ക്കറ്റ്, പണ്ടത്തെ 5 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റിന്റെ വെയിറ്റ് ഇന്നത്തെ 5 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റിന് ഇല്ല. പഴയ പോപ്പിൻസിന്റെ വലിപ്പം ഇന്നത്തെ പോപ്പിൻസിന് ഇല്ല. കാരണം വില കൂടുമ്പോൾ അവർ വില കൂട്ടുന്നതിന് പകരം കമ്പനി എന്ത് ചെയ്തു, അതിന്റെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്തത്. പണ്ടത്തെ മഞ്ച് 5 രൂപയ്ക്ക് അത്യാവശ്യം വലിയ മഞ്ചാ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴോ വളരെ ചെറിയ പീസല്ലേ നമുക്ക് കിട്ടുക. ഇവിടെ എന്താ സംഭവിച്ചത്? ഗുഡ്സ് ചുരുങ്ങി, പ്രൈസ് അങ്ങനെ തന്നെ നിൽക്കുന്നു. സോ ഇങ്ങനെ ഗുഡ്സ് ചുരുങ്ങിക്കൊണ്ട്, ഇത് ഇൻഫ്ലേഷൻ തന്നെയാണ്, നമ്മൾ തിരിച്ചറിയാത്ത ഒരു ഇൻഫ്ലേഷൻ ആണെന്നേ ഉള്ളൂ. ഇത്തരത്തിൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും സൈസ് ചുരുങ്ങിക്കൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിന്റെ പേരാണ് ഷ്രിങ്ക്ഫ്ലേഷൻ. ഓക്കെ, സോ സ്ക്യൂഫ്ലേഷൻ, സ്റ്റാഗ്ഫ്ലേഷൻ, ഷ്രിങ്ക്ഫ്ലേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അവസാനത്തെ നമ്മുടെ സ്ലൈഡ് കൂടെ പറയുന്നു. വേറൊന്നുമില്ലടാ, ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞൊരു സാധനം. പലപ്പോഴും ആൾക്കാർക്ക് സംശയം കാണും, സർക്കാർ എന്തുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ജോലി കൊടുക്കാൻ ശ്രമിക്കുന്നില്ല, എന്തുകൊണ്ട് എല്ലാവർക്കും ജോലി സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ജോലി കൊടുക്കാമല്ലോ, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, സർക്കാർ എന്തുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും അക്കൗണ്ടിലേക്ക് 50,000 രൂപ 1,00,000 രൂപ വീതം വെച്ച് ഇട്ട് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് കുറെ ആൾക്കാർ പാവങ്ങളായിരിക്കുന്നത് കണ്ട് സർക്കാർ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു എന്നൊക്കെ പലർക്കും തോന്നാറുണ്ട്. ഇഫ് ഗവൺമെന്റ് ഈസ് ഗിവിങ് 100% എംപ്ലോയ്മെന്റ്, 100% എംപ്ലോയ്മെന്റ് സർക്കാർ പ്രൊവൈഡ് ചെയ്താൽ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെ അക്കൗണ്ടിലേക്കും സർക്കാർ വെറുതെ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ രാജ്യം നശിക്കും, തുലയും. ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. ഇത് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത്, ഒട്ടും അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരുടെ കയ്യിലും ക്യാഷ് ഉണ്ട്. എല്ലാ ആൾക്കാരുടെ കയ്യിലും ക്യാഷ് വരുന്ന സമയത്ത് എല്ലാവരും കൂടി മാർക്കറ്റിൽ പോയി സാധനങ്ങളും സാമഗ്രികളും ഡിമാൻഡ് ചെയ്യും. സോ ഇതിന്റെ പ്രൈസ് ഭയങ്കരമായി ഉയരും. സോ ഇൻഫ്ലേഷൻ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ആൾക്കാർക്ക് ജോലി ഇല്ലാതെ വരുമ്പോൾ, അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി വരുന്നതിനനുസരിച്ച് ആൾക്കാരുടെ കയ്യിലെ ക്യാഷ് കുറയും, ആൾക്കാർ മാർക്കറ്റിൽ സാധനങ്ങളും സാമഗ്രികളും ഡിമാൻഡ് ചെയ്യുന്നത് കുറയും, ഇൻഫ്ലേഷന്റെ റേറ്റും കുറഞ്ഞു വരും. ഇതാണ് നമ്മുടെ ഫിലിപ്പ് കർവ് പറയുന്നത്. ഓക്കെ, ഫിലിപ്പ് കർവ് ഈസ് സെയിങ് ദാറ്റ് അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കുറയുന്നു. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ആർ ഇൻ ഇൻവേഴ്സ് റിലേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ഇൻഫ്ലേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്കിനി ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗത്തിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇതിനകത്ത് വലിയ സംഭവങ്ങളില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് among the following step is most likely to be taken at the time of an economic recession? എക്കണോമിക് റിസഷൻ എന്ന് പറഞ്ഞാൽ രാജ്യം സാമ്പത്തികമായി താഴേക്ക് പോകുന്നു. താഴേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന്, കട്ട് ഇൻ ടാക്സ്. വിച്ച് among the following is most likely to be taken at the time of economic recession? സാമ്പത്തികമായി താഴേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, കട്ട് ഇൻ ടാക്സ് റേറ്റ്, ടാക്സ് കുറയ്ക്കണം, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ തുടർന്ന് വായിച്ചു നോക്കിയേ. കട്ട് ഇൻ ടാക്സ് റേറ്റ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ടാക്സ് കുറയ്ക്കുന്നതിനോടൊപ്പം ഇൻട്രസ്റ്റ് കൂട്ടണമെന്നാണ് പറയണേ. ഒന്നാമതേ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിക്കഴിഞ്ഞാലോ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പൈസ പിന്നെ കുറയില്ലേ ചെയ്യുക. അപ്പൊ അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു, ഇത് ആ ഒരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാം. ഓപ്ഷൻ ബി നോക്കിയേ. ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്റ്റ്. പബ്ലിക് പ്രോജക്റ്റിലെ എക്സ്പെൻഡിച്ചർ കൂട്ടുക. അതൊരു നല്ല ആശയമാണ്, അത് ശരിയായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. സി വായിച്ച് നോക്കിയേ. ഇൻക്രീസ് ഇൻ ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് കൂട്ടണമെന്നാ പറയണം, ഒരു കാരണവശാലും കൂട്ടരുത്. ആൾക്കാരുടെ കയ്യിൽ ഒന്നാമതേ പൈസ ഇല്ല, ടാക്സ് കൂട്ടിക്കഴിഞ്ഞാലോ വീണ്ടും ആൾക്കാരുടെ കയ്യിലുള്ള പൈസ കുറയുക ചെയ്യാൻ പോകുന്നത്. റെഡ്യൂസിങ് എക്സ്പെൻഡിച്ചർ ചെയ്യാനേ പാടില്ല. സോ ഇവിടുത്തെ യഥാർത്ഥ ആൻസർ എന്താണ്? ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്റ്റ്. ബി ആണ് ഇവിടുത്തെ കൃത്യമായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിത്ത് റെഫറൻസ് ടു ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാ ചോദിക്കുന്നത്. കൺട്രോളിംഗ് ദ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒൺലി. ശരിയാണോടാ മക്കളെ? അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് RBI രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇൻഫ്ലേഷനെ ടാക്കിൾ ചെയ്യുന്നത്. RBI will generally try to reduce inflation,
ബട്ട് വിത്തൗട്ട് കോമ്പൻസേറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ദ കൺട്രി. ഗവൺമെന്റ് പൊതുവെ എന്ത് ചെയ്യും? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയിലൂടെ പൈസ കൂട്ടാൻ നോക്കുക. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഒന്ന് തെറ്റാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് നോ റോൾ ഇൻ കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ. തെറ്റല്ലേ? ഇനി മോണിറ്ററി പോളിസിയൊക്കെ പിന്നെ എന്തിനാ? സി, ഡിക്രീസിംഗ് മണി സർക്കുലേഷൻ ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ. കറക്റ്റ് അല്ലേടാ? കറക്റ്റ് അല്ലേ? മണി സർക്കുലേഷൻ മീൻസ് മണി സപ്ലൈ. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷനും കുറയും. നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, പഠിച്ചതാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നേരത്തെ ഇട്ട ടിക്ക് ഇപ്പുറത്തേക്ക് വന്നതാണ്. ഓക്കെ, അത് ആൻസർ അല്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ഇന്ത്യ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി ബൈ കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഡ്യൂട്ടി ഇതിൽ ആർക്കാ ഉള്ളത്? ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, നമുക്ക് അറിയില്ല അവർക്ക് അങ്ങനെ ഡ്യൂട്ടി ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല, പോട്ടെ. എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷൻ, അവർക്ക് ഡ്യൂട്ടി ഉണ്ടോ നമുക്ക് അറിയില്ല. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റൽ കൗൺസിൽ, അവർക്ക് ഡ്യൂട്ടി ഉണ്ടോ നമുക്ക് അറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നയാള് കൃത്യമായിട്ടും ഈ ജോലി ചെയ്യുന്നയാളാണ്. മോണിറ്ററി പോളിസികളിലൂടെ പ്രൈസ് സ്റ്റെബിലിറ്റി നിലനിർത്തുന്ന ഒരാളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അയാൾ ഓപ്ഷനകത്തുണ്ട്. സോ ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, സോ നമുക്ക് ഇത് ഇറേസ് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോകാം. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേടാ ഇത്? ഇത് കാണുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആണ്, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഇച്ചിരി ടഫാണ് എന്നുള്ളതാണ്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ കുറിച്ച് പറയുകയാണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കോണമി, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ പൈസ കൂടി, അപ്പൊ അവർ ഈ പൈസ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ ആഗ്രഹിക്കുന്നു, അത് കാരണം എന്ത് ചെയ്യുന്നു? ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ഇതാണ് എക്സ്പാൻഷണറി പോളിസി. സർക്കാർ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സർക്കാർ കൂടുതൽ റോഡ് പണിയും, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ പണിയും, ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ ഒഴുകിയെത്തും, കൂടുതൽ ബിസിനസ് തുടങ്ങും, ഇൻഫ്ലേഷൻ കൂടും അല്ലേ? അപ്പൊ അത് ശരിയാണ്. ഒന്ന് ശരിയാണ്. അപ്പൊ ഒന്നില്ലാത്ത ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ബി എ വേണ്ട. ഫിസിക്കൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ രാജ്യം നിൽക്കുന്ന സമയത്ത് സാമ്പത്തികമായി ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി സർക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റിമുലസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ടാക്സ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തികത്തിനെ അത് ഇംപ്രൂവ് ചെയ്യും. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ അത് കാരണമാകും. പിന്നെ എന്താണ്? ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വേജ്. ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ശമ്പളം ഇൻഫ്ലേഷൻ അനുസരിച്ച്, അതായത് ഇൻഫ്ലേഷൻ 2% കൂടിയാൽ ശമ്പളവും 2% കൂടും. ഇൻഫ്ലേഷൻ 2% കുറഞ്ഞാൽ ശമ്പളവും 2% കുറയും. ഇവിടെ നമ്മുടെ പർച്ചേസിംഗ് പവറിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ലെറ്റ്സ് സേ എനിക്ക് ഒരു മാസം 100 രൂപയാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. മാസത്തിൽ ഒരു ദിവസം ഞാൻ 10 രൂപയ്ക്ക് പപ്സ് കഴിക്കും. അപ്പോൾ എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ ചെലവായി, ഞാൻ പപ്സ് കഴിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് പപ്സിന്റെ വില 102 രൂപയായി. പപ്സിന്റെ വില 12 രൂപയായി. 10 രൂപയായിരുന്നു പപ്സിന്, എനിക്ക് ശമ്പളം 100 രൂപയായിരുന്നു. അപ്പൊ ഞാനൊരു പപ്സ് കഴിക്കുമായിരുന്നു, 90 രൂപ ബാക്കി. കുറച്ച് ദിവസം കഴിയുമ്പോൾ പപ്സിന്റെ വില 10-ൽ നിന്ന് 12 ആയി. അതേസമയം എന്റെ ശമ്പളം 100-ൽ നിന്ന് 102 ആയി. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പപ്സിന്റെ പ്രൈസ് വർധനവ് എന്നെ അഫക്ട് ചെയ്യൂടാ? ചെയ്യൂല. എന്റെ പർച്ചേസിംഗ് പവറിന് അവിടെ വ്യത്യാസം വരൂല. സോ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വേജ് എന്ന് പറയുന്ന സാധനം പർച്ചേസിംഗ് പവറിനെ അഫക്ട് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഇത് ഡിമാൻഡ് പുഷ് അല്ലെങ്കിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് കാരണമാകില്ല. സോ ഓപ്ഷൻ 3 വരുന്നവരാരും നമുക്കിവിടെ വേണ്ട. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഹയർ പർച്ചേസിംഗ് പവർ, തീർച്ചയായിട്ടും ഡിമാൻഡ് കൂടും. റൈസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിലെ പൈസ കുറയാ ചെയ്യുന്നത്. അപ്പൊ ഇതുമല്ല. ആൻസറിലേക്ക് നമ്മൾ എത്തിയല്ലോ. ഓപ്ഷൻ എ. ശരി, ആയിക്കോട്ടെ. മനസ്സിലാക്കിക്കൊള്ളണേടാ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിനകത്ത് ചോദിക്കുക കേട്ടോ, നമുക്ക് മറുപടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ ബൈ, ടാറ്റ.